സമയം ഒരുപാടായി. വായിച്ചുകൊണ്ടിരുന്ന കഥയുടെ സുഖം കാരണം രാത്രി ഒരുപാട് വൈകിയത് അറിഞ്ഞതേയില്ല. സമയം 12 മണി കഴിഞ്ഞിരിക്കുന്നു. വായന കഴിഞ്ഞ് കുറേ നേരം കൂടി കഥാപാത്രങ്ങളെ മനസ്സിൽ ഓർത്തിരിക്കുന്ന സ്വഭാവമുണ്ട് എനിക്ക്. അതും ഒരു രസം. പുസ്തകം മടക്കി മേശപ്പുറത്ത് വെച്ചു. തിരിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ആരോ നിൽക്കുന്നത് പോലെ തോന്നി. ഒന്നുകൂടി നോക്കി. ആരും നിൽക്കാൻ ആരുമില്ല. വായനയ്ക്ക് ഇങ്ങനെ ചില അവസ്ഥകളുണ്ട്. കഥാപാത്രങ്ങൾ നമ്മുടെ അടുത്തുള്ളതായി ഒരു തോന്നലുണ്ടാകും. ഇംഗ്ലീഷിന് അതിനെ അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ പിന്നെ പറയാം. കട്ടിലേക്ക് വീണു. കണ്ണടച്ചപ്പോൾ കഥാപാത്രങ്ങൾ പറന്നിറങ്ങി. സുന്ദരിയായ നായികയുമായി എന്തോ സംസാരിച്ചു നടക്കുന്ന നായകൻ. ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അർദ്ധമയക്കത്തിൽ എപ്പോഴോ കണ്ടു എൻ്റെ കട്ടിലിനരികിൽ ആരോ ഇരിക്കുന്നു. രാത്രി ഉറങ്ങാൻ വൈകിയതുകൊണ്ട് പിറ്റേന്ന് ഉണരാനും വൈകി. വേഗം കാര്യങ്ങൾ തീർത്ത് ഓഫീസിലേക്ക്. വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് താക്കോൽ എടുത്തില്ലെന്ന് ഓർത്തത്. തിരിച്ച് റൂമിൽ കയറി താക്കോൽ എടുത്ത് തിരിഞ്ഞപ്പോൾ വീണ്ടും ഒരു തോന്നൽ, അടുത്ത് ആരോ ഉള്ളതുപോലെ. ഹേയ്, ആരുമില്ല. വേഗത്തിൽ വാഹനം ഓടിച്ച് ഓഫീസിലെത്തി. ജോലിയിലേക്ക് മുഴുകിയപ്പോൾ എല്ലാം മറന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ നിന്ന് കൈ കഴുകി തിരിഞ്ഞപ്പോൾ വീണ്ടും അതേ തോന്നൽ, ആരോ തൊട്ടടുത്തുള്ളതുപോലെ. പക്ഷെ ആരെയും കാണുന്നില്ല. ഓ, എന്തെങ്കിലും ആവട്ടെ. പതുക്കെ ആഹാരം കഴിച്ചു. കഴിക്കുന്ന സമയത്തും ചിന്തകൾ എന്നെ പിന്തുടർന്നു. അന്നത്തെ രാത്രി ഇംഗ്ലീഷ് സിനിമ കാണുവാൻ വേണ്ടി ഇരുന്നപ്പോൾ വീണ്ടും പഴയ ചിന്ത കടന്നു വന്നു. തലേ ദിവസം ഉറങ്ങാൻ വൈകിയതുകൊണ്ടാകും അറിയാതെ കണ്ണടഞ്ഞു പോയി. എനിക്ക് പുറകിൽ കസേരയിൽ ചേർന്ന് ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ വീണ്ടും. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആരുമില്ല, വെറും തോന്നൽ. ഇതെന്താ ഇങ്ങനെ? ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഓരോ തോന്നൽ. ഇതിനൊരു പോംവഴി കാണണമല്ലോ. പഴയ ഇംഗ്ലീഷ് മലയാളം പ്രേതചിത്രങ്ങൾ പലതും മനസ്സിലേക്ക് കടന്നു വന്നു. മേപ്പാടിനും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും കൊടിയ മന്ത്രങ്ങൾ ചൊല്ലുന്നതിൻ്റെ സീൻ മനസ്സിൽ പലവട്ടം റിപ്പീറ്റ് ചെയ്തു. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ആനിബത്ത്, കോൺജുറിങ്, ഈവിൾ ഡെഡ് തുടങ്ങിയ സിനിമകളിലെ നായകന്മാർ പ്രേതങ്ങളെ ഫേസ് ചെയ്യുന്ന രീതി മനസ്സിൽ റിപ്പീറ്റ് ചെയ്തു. കുരിശ്, അതാണ് ആയുധം. വീട്ടിൽ ഞാനല്ലാതെ വേറെ കുരിശില്ല. സാമ്പ്രാണിത്തിരി കത്തിച്ചാൽ പ്രേതങ്ങൾ പോകുമോ? ഇതൊക്കെ ആരോട് ചോദിക്കാൻ? പ്രേതത്തിനോട് തന്നെ ചോദിച്ചാലേ പറ്റൂ. പ്രേതത്തിനെ തളയ്ക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിലേക്ക് കടക്കുന്ന വാതിലിൻ്റെ പടിയിലെത്തിയപ്പോൾ വീണ്ടും കണ്ടു എൻ്റെ അടുത്ത് എന്നെ നോക്കി ആരോ ഇരിക്കുന്നു. ഞാൻ നോക്കി. ആരോ ഒരാൾ. സ്ത്രീയാണോ? ഉറക്കത്തിൻ്റെ പടിവാതിലിൽ വായി നോക്കി നിന്ന എന്നെ അവിടുത്തെ സെക്യൂരിറ്റി കയ്യിൽ പിടിച്ചു വലിച്ചു അകത്തിട്ടു. ഞാൻ ഉറങ്ങി. അന്ന് വരെ മര്യാദയ്ക്ക് നടന്ന എൻ്റെ ജീവിതത്തിൽ ആരോ ഒരാൾ പുറകെ വരുന്നു എന്നുള്ളത് വല്ലാത്ത ചോദ്യചിഹ്നമായി. കൂട്ടുകാരോട് പറഞ്ഞു, നീ ഒന്ന് സംസാരിക്കളിയാ, പ്രേതം പോയിക്കോളും എന്ന് മറുപടി കിട്ടി. വേറെ ഒരുത്തൻ പറഞ്ഞു, നിന്റെ അടുത്ത് നിന്ന് തലയിൽ തടവിയെന്നല്ലേ പറഞ്ഞത്? ഉറപ്പായും അത് തലയിലേക്ക് ഇറങ്ങും. തലയിൽ ഇറങ്ങാൻ ഇതെന്തുവാടേ, നല്ലെണ്ണയാണോ എന്നൊരു ചോദ്യം വന്നെങ്കിലും ചോദിച്ചില്ല. എന്തിനു ചുമ്മാ അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കണം? ഇൻ ഹരിഹർ നഗർ സിനിമയുടെ ഏതോ പാർട്ടിൽ പ്രേതത്തെ പിടിക്കുന്ന സീനുണ്ട്. അതിലെ ഡയലോഗ് മൊത്തം കാണാതെ പഠിച്ച് ഞാൻ തയ്യാറായി. കഴിഞ്ഞ 5 ദിവസമായി ആരോ എൻ്റെ പുറകിലുണ്ട്. ആര്? എന്തിന്? രാത്രിയിൽ നിലാവെളിച്ചം കാണാൻ ഇറങ്ങാറുള്ള ഞാൻ ഇപ്പോൾ രാത്രി പുറത്തിറങ്ങാറില്ല. ഒരു കുരിശുമാല വാങ്ങി കഴുത്തിലിട്ടു. പൂജിച്ച ചരടുകൾ കെട്ടി ഞാൻ തയ്യാറായി. രാത്രി. കൂമനും കുറുക്കനും ഒച്ച വെച്ചു. നരിച്ചീറുകൾ അലറിക്കരഞ്ഞു. കാറ്റ് നിശബ്ദമായി. കുരിശുമാലയുടെയും പൂജിച്ച ചരടിൻ്റെയും ബലത്തിൽ ഞാൻ പുറത്തേക്ക് നടന്നു. ആളും ആരവവും ഇല്ലാത്ത വയലിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ചെറിയ തോടിൻ്റെ കൈവരിയിൽ ഞാൻ നിന്നു. പുറകിൽ ആരോ ഉണ്ട്. തോന്നലാണോ? അല്ല, ആരോ ഉണ്ട്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു. ആരുമില്ല. എൻ്റെ മനസാന്നിധ്യത്തിൻ്റെ സീമകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. ചിത്രം സിനിമയിലെ ലാലേട്ടനെ പോലെ ഞാൻ പറഞ്ഞു, എന്നെ വെറുതെ വിട്ടൂടെ? എന്നെ കൊല്ലാതിരുന്നൂടെ? ഇരുട്ട് കരിമ്പടം കെട്ടിയ ആ വയൽ വരമ്പിൽ എത്ര നേരം നിന്നു ഓർമ്മയില്ല. പതിയെ തിരിഞ്ഞു നോക്കി. ആരുമില്ല. ഇതൊക്കെ തോന്നലുകൾ മാത്രമാണോ? മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയുടെ വചനങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു. എല്ലാം മനസ്സിൻ്റെ ക്രിയേഷനാണ്. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് സാഹചര്യങ്ങൾ ഒരുക്കാൻ മനസ്സിന് വല്ലാത്ത കഴിവുണ്ട്. ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. ശബ്ദമുണ്ടാക്കാതെ മുൻവാതിൽ തുറക്കാൻ പണ്ടേ നല്ല പരിചയമായിരുന്നത് ഇപ്പോൾ ഉപകാരപ്പെട്ടു. റൂമിലേക്ക് കയറി ഗോൾഡ് കിങ്സിന് തീ കൊടുത്ത് പുക മുകളിലേക്ക് ഉയർത്തി വിട്ടുകൊണ്ട് ഓരോ സംഭവങ്ങളായി ഞാൻ ആലോചിച്ചു.
എന്തെങ്കിലും അറിയാൻ ഇനി എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അറിയാതെ എൻ്റെ കണ്ണുകൾ അലമാരയിലെ കണ്ണാടിയിലേക്ക് എത്തി. ശരീരത്തിലൂടെ 100 വോൾട്ട് വൈദ്യുതി കടന്നു പോയതുപോലെ വിറച്ചുപോയി. കണ്ണാടിയിൽ ഞാൻ കണ്ടു എൻ്റെ അടുത്ത് എന്നോട് ചേർന്നൊരു രൂപം, ഒരു സ്ത്രീ രൂപം. നേരത്തെ കടന്നുപോയ 100 വാട്ട് വൈദ്യുതിയുടെ പവറിലായിരിക്കണം ഞാൻ കട്ടിലിൽ നിന്ന് തെറിച്ചു താഴെ വീണു. സിഗരറ്റ് കയ്യിൽ നിന്നും വിട്ട് നിലത്ത് വീണ് പുകഞ്ഞു. തൊണ്ട വരണ്ടു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. സിനിമയിൽ പ്രേതങ്ങളെ നേരിടുന്ന നായകന്മാരുടെ ആക്ഷനോ രീതികളോ ഒന്നും എനിക്ക് തുണയായില്ല. പുകയുന്ന സിഗരറ്റിലെ പുക മുകളിലേക്ക് ഉയർന്നു പൊങ്ങി പതിയെ പതിയെ അതൊരു രൂപമായി. അവ്യക്തമായ ഒരു രൂപം. പതിയെ അതിന് വ്യക്തത കൈവന്നു. ജാക്കി ചാൻ്റെ ഇടികൊണ്ട് തറയിൽ പടമായി കിടക്കുന്ന വില്ലനെ പോലെ ആ തറയിൽ കിടന്നുകൊണ്ട് ഞാൻ കണ്ടു. വ്യക്തത കൈവരിച്ച രൂപം ഒരു സ്ത്രീയായി, സുന്ദരിയായ ഒരു യുവതി. എന്നെ നോക്കിക്കൊണ്ട് മധുരമായ ശബ്ദത്തിൽ അവൾ ചോദിച്ചു, ഭയന്നുപോയോ? കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, കണ്ടപ്പോൾ എന്തേ ഇങ്ങനെ? ചാനൽ അവതാരകന്മാരുടെ ശബ്ദവും ശൈലിയും പ്രേതം കടമെടുത്തതാണോ അതോ അവർ പ്രേതത്തിൽ നിന്ന് കടമെടുത്തതാണോ? സംഗതി എന്തായാലും കേൾക്കാൻ ഇമ്പമുള്ള സ്വരം. കഴുത്തിലെ കുരിശുമാലയിൽ തെരുപ്പിടിച്ചുകൊണ്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റു. പൂജിച്ച ചരടും കുരിശുമാലയും കയ്യിലുള്ള ഞാൻ എന്തിന് പ്രേതത്തെ പേടിക്കണം? ഞാൻ മറുപടി പറഞ്ഞു, എനിക്ക് ഭയമില്ല. എനിക്ക് നിന്നെ ഭയമില്ല. അമ്മയാണ് എനിക്ക് നിന്നെ ഭയമില്ല. ഞാൻ പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ടതുകൊണ്ടാകണം അവൾ ചിരിച്ചു. അവളുടെ ചിരി ആ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. കണ്ണുകൾ നന്നായി തിളങ്ങി. ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഭയമില്ലെങ്കിൽ പിന്നെ എന്തിന് കൊന്തയും ചരടും? അത് മാറ്റൂ. ഭയമുള്ളതുകൊണ്ടല്ലേ അതൊക്കെ അണിഞ്ഞിരിക്കുന്നത്? ഞാൻ ഒരു നിമിഷം നിശബ്ദനായി. വിശ്വനാഥൻ ആനന്ദിനെ പോലെ ഞാൻ ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി, എൻ്റെ ശരീരത്തിൽ നിന്നും ദിവ്യവസ്തുക്കൾ മാറ്റാനുള്ള പ്രേതത്തിൻ്റെ സൈക്കോളജിക്കൽ മൂവാണിത്. കൊന്തയും ചരടും മാറ്റിയാൽ ഇവൾ എനിക്കിട്ട് പണി തരും. കൊന്ത മുന്നോട്ട് നീക്കിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, തിരിച്ചു പോ. എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ട് തിരിച്ചു പോ. എനിക്ക് നിന്നെ പേടിയില്ല. മറുപടിയായി അവൾ വീണ്ടും ചിരിച്ചു. മുത്തുമണികൾ പോലെ സുന്ദരമായ ചിരി. അവൾ പതിയെ എൻ്റെ മുന്നിലേക്ക് ഒഴുകി വന്നു. അവളുടെ കൈകൾ എൻ്റെ കൈകളിൽ സ്പർശിച്ചു. റമ്മിൻ്റെ പെഗിലിടാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് കട്ട എടുത്തതുപോലെ ഒരു തണുപ്പ് എൻ്റെ കൈകളിൽ വ്യാപിച്ചു. തണുപ്പ് കൈകളിലൂടെ അരിച്ചിറങ്ങുമ്പോൾ ഞാൻ അറിഞ്ഞു, കൊന്തയും ചരടും ഉണ്ടായിട്ടും അവൾ എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അതെങ്ങനെ? പ്രേതങ്ങൾക്ക് കുരിശും ജപിച്ച ചരടും പേടിയാണെന്നാണല്ലോ ഭഗവാനെ ഇത്രയും നാൾ കണ്ട സിനിമകളിലുണ്ടായിരുന്നത്. കൊടൈക്കനാലിൽ നിന്ന് രാത്രി പെരുമഴ നനയുന്നവനെ പോലെ ഞാൻ വിറച്ചു. ഡ്രാക്കുള നോവലിൽ വെളുത്തുള്ളിപ്പൂക്കളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതിപ്പോൾ കയ്യിലില്ലതാനും. ഭയം എൻ്റെ മനസ്സിനെ കാർന്നു തിന്നു. നിസ്സഹായനായി ഞാൻ ചുമരിലേക്ക് ചാരി. എൻ്റെ ഭാവമാറ്റം കണ്ടിട്ടാകണം അവൾ എൻ്റെ കൈകൾ മോചിപ്പിച്ചു. നിറഞ്ഞ ചിരിയോടെ അവൾ ചോദിച്ചു, ഭയമാണോ എന്നെ? ബബിൾഗം വിഴുങ്ങിയ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലെ ഞാൻ എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ടാക്കി. മധുരമായ ശബ്ദത്തിൽ അവൾ തുടർന്നു, ഉണ്ണി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഫോട്ടോ കോപ്പി കടയിലെ ഉണ്ണി അണ്ണൻ. ഇനി പിറകിലെങ്ങാനും വന്നോ എന്നായിരുന്നു സംശയം. അല്ല, എന്നെ തന്നെ. 5 അടി 5 ഇഞ്ച് പൊക്കവും 85 കിലോ ഭാരവുമുള്ള എന്നെ ഉണ്ണി എന്ന് വിളിക്കുമെന്ന് ആരാലോചിച്ചു? ഉണ്ണിയെങ്കിൽ ഉണ്ണി. ഞാൻ വിളി കേട്ടു. എന്തോ? എന്നെ ഭയക്കണ്ട. ഉണ്ണി എന്നെ വിളിച്ചു വരുത്തിയതല്ലേ. ഉണ്ണി ചിന്തിക്കണ പോലെ ഞാൻ ദുഷ്ടശക്തിയല്ല. കൊല്ലില്ല എന്ന് കേട്ടപ്പോൾ തന്നെ പകുതി ടെൻഷൻ മാറി. ഭയം മാറിയപ്പോൾ വല്ലാത്ത ദാഹം തോന്നി. മേശയിൽ വെള്ളം നിറച്ച കൂജിയുണ്ട്. പക്ഷേ അതിനടുത്ത് അവൾ നിൽക്കുന്നതുകൊണ്ട് എടുക്കാനൊരു മടി. എൻ്റെ മനസ്സ് വായിച്ചതുപോലെ അവൾ കൂജയിലേക്ക് നോക്കി. അത് പതിയെ ഉയർന്നു. എന്നിട്ട് എൻ്റെ മുന്നിലേക്ക് നീങ്ങി വന്നു. ദാഹം മാറിയപ്പോൾ ചിന്തകൾ കടന്നു വന്നു. ഞാൻ വിളിച്ചു വരുത്തി എന്നല്ലേ പറഞ്ഞത്? എങ്ങനെ? എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. അവൾ ചിരിയോടുകൂടി മറുപടി തന്നു. ഓർമ്മയില്ലേ ആ ദിവസം? അശ്വതി നാളിലെ ആ പൗർണമി ദിവസം. സായം സന്ധ്യാനേരം സാഗരത്തിൽ നിമഞ്ജനം ചെയ്ത് കുങ്കുമം കൊണ്ട് എൻ്റെ കൽചിത്രത്തിൽ പൊട്ടു ചേർത്തി എന്നെ വിളിച്ചില്ലേ? മറന്നുപോയോ? അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ കാണുവാൻ വരുമോ പെണ്ണേ എന്ന് ചോദിച്ചത് മറന്നുപോയോ? എൻ്റെ ചിന്തകൾ പുറകിലേക്ക് സഞ്ചരിച്ചു. ശരിയാണ്, അന്നാ പെരുമഴയത്ത് അന്ന് അങ്ങനെ സംഭവിച്ചു. മഴ നനഞ്ഞ് ബൈക്ക് ഓടിക്കുന്ന ശീലം. അന്നത്തെ പെരുമഴയിൽ എൻ്റെ ബൈക്ക് എന്നെ കൊണ്ടുപോയത് ആ കടൽ തീരത്തേക്കായിരുന്നു. കോരി ചൊരിയുന്ന മഴയിൽ ആളൊഴിഞ്ഞ ആ കടൽ തീരത്ത് ഗോൾഡ് കിങ് സിഗരറ്റ് കത്തിച്ച് പുക ആസ്വദിച്ചുകൊണ്ട് ഞാൻ നടന്നു. തലച്ചുവന്ന ഒരു തിരമാലയിൽ ഒരു ചെപ്പ് എൻ്റെ കാലുകളിൽ തട്ടി. തടികൊണ്ട് നിർമ്മിച്ച ഭംഗിയുള്ള ഒരു ചെപ്പ്. തുറക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. കടൽ തീരത്തിനോട് ചേർന്ന ഒരു കൽമണ്ഡപം ഉണ്ടായിരുന്നു.
ഇടിഞ്ഞു പൊളിഞ്ഞ ആ കൽമണ്ഡപത്തിലേക്ക് ഞാൻ നടന്നു. ഒരുപാട് പരിശ്രമിച്ചപ്പോൾ ആ ചെപ്പ് തുറന്നു വന്നു. കയ്യിൽ തട്ടിയിട്ട് നോക്കിയപ്പോൾ കുങ്കുമം. ആ കൽമണ്ഡപത്തിലെ തൂണിലുണ്ടായിരുന്ന യുവതിയുടെ ചിത്രത്തിൻ്റെ നെറ്റിയിൽ ആ കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി. എന്നിട്ട് ഞാൻ ആ ചിത്രത്തിനോടായി പറഞ്ഞു, അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ കാണുവാൻ വരുമോ പെണ്ണേ? വല്ല കാര്യമുണ്ടായിരുന്നോ? വഴിയെ പോയ വയ്യാവേലി. ഞാൻ വിളിച്ച ഉടനെ എന്തിന് ഇറങ്ങിപ്പോന്നു? ഞാൻ ദയനീയമായി അവളെ നോക്കി. അവൾ അപ്പോഴും മധുരമായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. സകല ജീവജാലങ്ങളും ഉറങ്ങുന്ന ആ സമയം ഉറക്കം നഷ്ടപ്പെട്ട മിഴികളുമായി ഞാൻ അവളെ നോക്കി. സുന്ദരിയായിരുന്നു അവൾ. എണ്ണക്കറുപ്പുള്ള തലമുടി അവൾക്കൊരു പ്രത്യേക ഭംഗിയായിരുന്നു. നീണ്ട പുരികക്കൊടികൾ, മഷി എഴുതിയ കണ്ണുകൾ, നേരിയ ചുവപ്പ് കലർന്ന കവിളുകൾ, അത്തിപ്പഴം പോലെ തുടുത്ത ചുണ്ടുകൾ, പഴയ കാലത്തെ മാതൃകയിലുള്ള വസ്ത്രധാരണവും ആഭരണവും എല്ലാം അവളുടെ ഭംഗിയെ വർദ്ധിപ്പിച്ചു. എൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഉണ്ണിക്ക് ഭയമാണോ എന്നെ? മനസ്സിലെ പരിഭ്രമം പുറത്തു കാട്ടാതെ ഞാൻ ചോദിച്ചു, നീ ആരാണ്? യക്ഷിയാണോ? മുത്തുമണികൾ കിലുങ്ങുന്ന പോലുള്ള ചിരിയായിരുന്നു അതിന് മറുപടി. നിഷ്കളങ്കമായി അവൾ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ പേടിയായി. ഇവളുടെ ചിരി കേട്ട് ആരെങ്കിലും വന്ന് വാതിലിൽ മുട്ടിയാൽ തീർന്നില്ലേ സകലതും? എന്തു മറുപടി കൊടുക്കും? അവിവാഹിതനായ ചെറുപ്പക്കാരൻ്റെ മുറിയിൽ സുന്ദരിയായ യുവതി. സകല ഇമേജും സുനാമി അടിച്ച പോലെ തെറിക്കും. ചിരി അവസാനിപ്പിച്ച് അവൾ മറുപടി തന്നു, ഞാൻ മനുഷ്യസ്ത്രീ അല്ല. മനുഷ്യസ്ത്രീ അല്ല എന്ന വാക്ക് എന്നെ പിടിച്ചു കുലുക്കി. എങ്കിലും ഞാൻ ചോദിച്ചു, നീ ആരാണ്? ഒരു നിമിഷം നിശബ്ദയായി നിന്ന് അവൾ മറുപടി നൽകി, ദേവ ഗന്ധർവ യക്ഷ കിന്നര വർഗങ്ങൾ ഒന്നും തന്നെയല്ല ഞാൻ മയൻ്റെ സൃഷ്ടി. അമ്പലപ്പറമ്പിൽ പുരാണ ബാലെ കാണാനിരിക്കുന്ന അമ്മച്ചിയെപ്പോലെ കൈകൾ രണ്ടും പിറകിൽ കട്ടിലിൽ താങ്ങി നിർത്തി ഞാൻ ശ്രദ്ധയോടുകൂടി അവളുടെ കഥ കേട്ടു. അവൾ തുടർന്നു, ഉണ്ണിക്കറിയില്ലേ മയനെ? 14 ലോകങ്ങളിലൊന്നായ തലാതല ലോകത്തിലെ അധിപതി. ദേവന്മാർക്ക് വിശ്വകർമാവ് എന്ന പോലെ അസുരന്മാർക്ക് മയൻ. കേട്ടുവോ ഉണ്ണി? രാമായണം മഹാഭാരതം സീരിയലുകൾ പലവട്ടം ചാനലുകൾ കാണിച്ചിട്ടും കാണാതെ പുച്ഛിച്ചു തള്ളിയതിൻ്റെ ഫലം. ഒരു മയവുമില്ലാതെ അന്ന് സീരിയൽ ഞാൻ അവഗണിച്ചു. ഇപ്പം മയനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബ്ബബ്ബബ്ബ. അവൾ തുടർന്നു, ശിവഭക്തനായ അസുരശില്പി, അതാണ് മയൻ. ഒരു ദിനം അദ്ദേഹം തപോലോകത്തിലേക്ക് യാത്ര പോയി തിരികെ വരുന്ന സമയം നിങ്ങളുടെ ലോകത്തിൽ വിശ്രമിച്ചു. ആ സമയം കല്ലിൽ അദ്ദേഹം എൻ്റെ ചിത്രം വരച്ചു. എന്നിട്ട് പറഞ്ഞു, അശ്വതി നക്ഷത്രം പിറന്ന ഒരു മാനവൻ സാഗരത്തിൽ നിമഞ്ജനം ചെയ്ത കുങ്കുമം കൊണ്ട് നിനക്ക് പൊട്ടുകുത്തി നിസ്വാർത്ഥമായി നിന്നെ വിളിക്കുമ്പോൾ ചിത്രമായി നിനക്ക് രൂപം കിട്ടും. കാർത്തിക നാളിൽ നിന്റെ ചിത്രം വരച്ച കാരണം നീ കാർത്തിക എന്നറിയപ്പെടും. ഉണ്ണി എന്നെ കാർത്തിക എന്ന് വിളിച്ചോളൂ. ഞാനൊന്ന് ഞെട്ടി. കാർത്തിക, ആദ്യ കാമുകി. എൻ്റെ കാശുകൊണ്ട് ഒരുപാട് ഐസ്ക്രീം തിന്നിട്ട് അവളുടെ കല്യാണത്തിന് പോലും എന്നെ വിളിക്കാതെ പറ്റിച്ച ആദ്യ കാമുകിയെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ മനസ്സ് പോകവേ അവൾ തുടർന്നു. ചിത്രത്തിൻ്റെ രൂപത്തിലായിരുന്ന ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ ലോകം മുഴുവൻ കാണുവാൻ. എൻ്റെ മോചനം കാത്ത് എത്ര നാളുകൾ ഞാൻ ആ കരിങ്കലിൽ ചിത്രമായിരുന്നു. ആ കുങ്കുമച്ചെപ്പ് കടൽ തിരകളിൽ ഊഞ്ഞാലാടി പലരുടെയും മുന്നിലൂടെ കടന്നുപോയി. ചിലർ അതിനെ കാലുകൊണ്ട് തട്ടിക്കളിച്ചു, ചിലർ വീണ്ടും കടലിലേക്ക് വലിച്ചെറിഞ്ഞു, ചിലർ മണലിൽ കുഴിച്ചിട്ടു. എൻ്റെ ചിത്രം വരച്ച കൽമണ്ഡപവും അതിലെൻ്റെ ചിത്രവും എല്ലാത്തിനും സാക്ഷിയായി. അവസാനം എനിക്ക് മോചനം കിട്ടി. സന്തോഷം അതവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. അവൾ കഥ തുടർന്നു. എപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറങ്ങാൻ താമസിച്ചതുകൊണ്ടാകണം ഉണരാൻ ഒരുപാട് വൈകി. ഇടയ്ക്കെപ്പോഴോ ഉറക്കം മുറിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ അവൾ കട്ടിലിന് വശത്തായി എന്നെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉറക്കമുണർന്നുവെങ്കിലും അവധി ദിവസമായതിനാൽ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ തോന്നിയില്ല. കാർത്തികയെ അവിടെയെങ്ങും കാണാനുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ ഓരോന്നായി കോർത്തിണക്കി ഓർത്തു നോക്കി. മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തോ ഒന്ന് എന്നോടൊപ്പം ഉണ്ട് എന്ന് മാത്രം മനസ്സിലായി. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. പ്രേതമില്ല, പിശാചില്ല തുടങ്ങിയ ഒരു പോസ്റ്റ് ഏതോ ജബ്ര സുഹൃത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഒന്നും പ്രതികരിക്കാതെ പതുക്കെ കിടക്ക വിട്ട് എഴുന്നേറ്റു. അന്നത്തെ ദിവസം കഴിയുവോളം അവളെ കാണുവാൻ സാധിച്ചിരുന്നില്ല. മനസ്സിനെ അലട്ടുന്ന ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കടൽ തീരത്തേക്ക് യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. കടലിൻ്റെ പൊട്ടിച്ചിരി ശബ്ദവും കാറ്റിൻ്റെ അട്ടഹാസവും പിന്നെ തലോടലും എല്ലാം അനുഭവിച്ചു. എത്ര നേരം ആ തീരത്തിരുന്നു ഓർമ്മയില്ല. ഇരുട്ട് ആ തീരത്തിനെ വിഴുങ്ങി. ബീച്ചിലെ ആളൊഴിഞ്ഞു തുടങ്ങി. കൈതപ്പൂവിൻ്റെ സുന്ദരമായ സുഗന്ധം എവിടെ നിന്നോ ഒഴുകിയെത്തി. പതിയെ പതിയെ ആ സുഗന്ധം എന്നിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അകലെ നിന്ന് വന്നിരുന്ന ആ സുഗന്ധം എൻ്റെ തൊട്ടടുത്ത് എത്തിയതായി എനിക്ക് തോന്നി.
പെട്ടെന്ന് ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. തൊട്ടുപുറകിലായി അവൾ ഉണ്ടായിരുന്നു. മായാത്ത പുഞ്ചിരിയുമായി അവൾ എൻ്റെ തൊട്ടു പിന്നിൽ. പുഞ്ചിരിയോടുകൂടി തന്നെ അവൾ ചോദിച്ചു, എന്നെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അല്ലേ? മനസ്സ് വായിക്കാൻ അറിയാവുന്ന തന്നോട് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ എന്നൊരു മറുചോദ്യം കൊടുത്തു. അതിനും ഒരു പുഞ്ചിരി തന്നെയായിരുന്നു മറുപടി. എവിടെയായിരുന്നു താൻ പകൽ സമയം മുഴുവൻ? കണ്ടതേ ഇല്ലല്ലോ. കൂടെ ഉണ്ടായിരുന്നു ഞാൻ. ഉണ്ണിയോടൊപ്പം വേറെയും ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മുന്നിലേക്ക് വന്നില്ല. ഉണ്ണി എന്ന് വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടക്കേട് കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ പേര് ഉണ്ണി എന്നല്ല, എൻ്റെ പേര് വിളിച്ചോളൂ. അതിനും അവളുടെ മറുപടി പുഞ്ചിരിയായിരുന്നു. എന്താണ് നിനക്കിന്ന് കൈതപ്പൂക്കളുടെ സുഗന്ധം? കഴിഞ്ഞ ദിവസം അതില്ലായിരുന്നല്ലോ. കൈതപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ കടലിനടിയിലായി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൈതപ്പൂക്കൾ. ഞാനവിടെ പോയിരുന്നു. ദാ കണ്ടുവോ? അവളുടെ മനോഹരമായ മുടിയിഴകൾ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ചോദിച്ചു. സുഗന്ധം നിറയുന്ന കൈതപ്പൂക്കൾ ആ മുടിയിഴകൾക്ക് അലങ്കാരമായിരുന്നു. കടലിനടിയിലെ കൈതപ്പൂത്തോട്ടം എന്ന് കേട്ടപ്പോൾ വല്ലാത്ത ആകാംക്ഷ തോന്നി. അവളുടെ കയ്യിൽ നിന്നൊരു കൈതപ്പൂ വാങ്ങി സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്നെ കൂടി കൈതപ്പൂത്തോട്ടത്തിലേക്ക് കൊണ്ടുപോകാമോ? മനോഹരമായ ചിരിയോടുകൂടി അവൾ പറഞ്ഞു, വരൂ. തീരത്തു നിന്നും കടലിൻ്റെ തിരകളിലേക്ക് അവളോടൊപ്പം ഞാൻ നടന്നു നീങ്ങി. പോകുന്ന വഴികൾ എൻ്റെ കാൽപ്പാടുകൾ മാത്രം പതിയുന്നുണ്ടായിരുന്നു. അവളുടെ മനോഹരമായ പാദങ്ങൾ മണലിൽ സ്പർശിക്കുന്നു എങ്കിലും കാൽപ്പാടുകൾ മണലിൽ തെളിയുന്നുണ്ടായിരുന്നില്ല. തീരത്തു നിന്നും അവൾ പതിയെ തിരകളിലേക്ക് ഒഴുകിയിറങ്ങി. തലച്ചു വന്ന തിരമാലയിൽ ഞാൻ നനഞ്ഞു കുതിർന്നു. ഇരുട്ട് മതിൽ കെട്ടിയ ആ തീരത്തിൽ ഞാൻ കടലിലേക്ക് നടന്നു പോകുന്നത് ആരും കണ്ടിരുന്നില്ല. തലച്ചു വന്ന തിരമാലയിൽ നിലതെറ്റി ഞാൻ വീണു. എൻ്റെ വീഴ്ച കണ്ടിട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. വീഴ്ചയിൽ ഞാൻ കണ്ടു അടുത്ത ഒരു വലിയ തിരമാല എൻ്റെ നേരെ പാഞ്ഞു വരുന്നത്. ആദ്യത്തെ വീഴ്ചയിൽ തന്നെ തീരത്തു നിന്നും കടലിലേക്ക് തിരമാലകൾ എന്നെ വലിച്ചു നീക്കിയിരുന്നു. അടുത്ത തിരമാലയുടെ വരവ് എന്നിൽ ഭീതി ഉണർത്തി. പക്ഷെ എൻ്റെ മുന്നിലെത്തിയ തിരമാല പെട്ടെന്ന് രണ്ടായി മാറി എന്നെ കടന്നുപോയി. കാർത്തിക അപ്പോഴും പുഞ്ചിരിക്കുകയായിരുന്നു. അവൾ എൻ്റെ നേരെ കൈനീട്ടി. പൂവ് പോലെ മൃദുലമായ അവളുടെ കൈകളിൽ പിടിച്ച് ഞാൻ എഴുന്നേറ്റു. കടലിൽ നിൽക്കുകയായിരുന്നു ഞാൻ. അധികം ആഴത്തിലല്ലാതെ മണലിൽ ചവിട്ടി നിന്ന് ഞാൻ കടലിനെ കണ്ടു. ഒഴുകി വരുന്ന ഭീമൻ തിരമാലകൾ എന്നെ സ്പർശിക്കാതെ അകന്നുപോയി. മൃദുവായി അവൾ പറഞ്ഞു, ഭയക്കേണ്ട, നടന്നോളൂ. ഞാൻ പതിയെ മുന്നോട്ട് നടന്നു. അവളുടെ വലങ്കയെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. മനസ്സിൽ ഭയത്തോടെ ഞാൻ അവളോടൊപ്പം നടന്നു. എൻ്റെ മുന്നിൽ കടൽ വെള്ളം എനിക്ക് വഴിയൊരുക്കി മാറി നിന്നു. മുന്നിലും പിന്നിലും തട്ടഹസിക്കുന്ന സാഗരത്തിലൂടെ ഞാൻ പതിയെ നടന്നു. സാഗരത്തിൻ്റെ തലോടലിൽ കാർത്തികയുടെ കയ്യം പിടിച്ച് ഞാൻ നടക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പൂർണ്ണചന്ദ്രനോട് എന്തോ പറയുകയായിരുന്നു. പതിയെ പതിയെ നക്ഷത്രങ്ങളുടെ ചിരി നഷ്ടമായി. ചുറ്റും കൂരിരുട്ട് മാത്രം. മനസ്സിൽ ഭയം തുടികൊട്ടുന്നുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഞാൻ മുന്നോട്ട് പോയി. പതിയെ കാഴ്ചകൾ തെളിഞ്ഞു വന്നു. മിന്നാമിനിങ്ങനെ പോലെ പ്രകാശം പരത്തുന്ന ചെറിയ മീനുകൾ എൻ്റെ ചുറ്റും വന്നു. നീല നിറത്തിലുള്ള ജലത്തിൽ പ്രകാശം പരത്തുന്ന ചെറിയ മീനുകൾ വഴികാട്ടുകളായി. കൈതപ്പൂവുകളുടെ തോട്ടത്തിലേക്ക് ഞങ്ങൾ ചെന്നു കയറി. എന്തൊരു മണമായിരുന്നു! വലിയ വലിയ കൈതപ്പൂക്കൾ, ചെറിയ നാമ്പുള്ള കുഞ്ഞു പൂവുകൾ. ആ പൂവുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറു മീനുകൾ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തതുപോലെ നോക്കി. ഞാൻ ആ പൂവുകളിൽ ഒന്ന് ഇറുത്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് കാർത്തിക എന്നെ തടഞ്ഞു. പാടില്ല, ഈ തോട്ടത്തിൽ നിന്ന് പൂവിറുത്തെടുക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല. അതെന്താ അങ്ങനെ? ദൈവം പ്രകൃതിയെ മനുഷ്യന് തന്നപ്പോൾ മനുഷ്യരല്ലാത്തവർ ദൈവത്തിനോട് പ്രകൃതിയെപ്പോലെ സുന്ദരമായ സമ്മാനം തങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവർക്ക് ഇതുപോലെ അത്ഭുതങ്ങൾ സമ്മാനമായി നൽകി. മനുഷ്യന് അജ്ഞാതമായ അത്ഭുതങ്ങൾ. മനുഷ്യരല്ലാത്ത ഒരാളിൻ്റെ സഹായത്തോടെ മാത്രമേ സാധാരണ മനുഷ്യർക്ക് അവിടെ പ്രവേശിക്കുവാനും കാണുവാനും സാധിക്കൂ. കാർത്തികയുടെ വാക്കുകൾ എന്നിൽ വല്ലാത്ത അത്ഭുതമായി. കൈതപ്പൂക്കളുടെ തോട്ടത്തിലേക്ക് പതിയെ നടന്നു കയറി എനിക്ക് അവളൊരു പൂവിറുത്തു തന്നു. ആ പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ദൈവം മനുഷ്യരിൽ നിന്ന് മറച്ചുവെച്ച ആ അത്ഭുതങ്ങൾ കാണുവാൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാമോ? ചിരിയോടുകൂടി അവൾ പറഞ്ഞു, പ്രകൃതിയിലെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കാണണമെങ്കിൽ മനുഷ്യരുടെ സഹായം വേണം. എനിക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കാട്ടിത്തരുമോ? ഞാൻ എന്തിനും തയ്യാറായിരുന്നു. കൈതപ്പൂക്കളുടെ തോട്ടത്തിലൂടെ ഞാൻ അവളോടൊപ്പം നടന്നു. പെട്ടെന്ന് പൂക്കളിൽ പറ്റിയിരുന്ന ചെറുമീനുകൾ കൂട്ടത്തോടെ നീന്തിപ്പോയി. പ്രകാശം പരത്തി വഴി കാട്ടിയ മിന്നാമിന്നി മീനുകൾ ഞങ്ങളെ കടന്ന് പുറകിലെങ്ങോ മറിഞ്ഞു. അതുവരെ ശാന്തമായിരുന്ന ആ നീലജലം പെട്ടെന്ന് ഇളകി മറിഞ്ഞു. കാർത്തിക വേഗം എൻ്റെ മുന്നിലേക്ക് കയറി വന്നു. എൻ്റെ മുന്നിൽ മറയായി നിന്ന അവളുടെ ചുമലിലൂടെ ഞാൻ കണ്ടു, മനുഷ്യരുടെ പോലെ 2 കൈകളുള്ള, മത്സ്യത്തിൻ്റെ ശിരസ്സുള്ള, വെള്ളത്തിൽ നീന്തുവാൻ യോജ്യമായ കാലുകളുള്ള ഒരു ജീവി. ആ ജീവിയുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധത്തിൻ്റെ ചലനത്തിനനുസരിച്ച് വെള്ളം ഓളം വെട്ടുവാൻ തുടങ്ങിയിരുന്നു.
അത്തരത്തിൽ അതിഭീകരമായ ഒരു ജീവിയെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നു. തമ്മിൽ കൊരുത്തു കാണപ്പെട്ട അവയുടെ പല്ലുകൾ വളരെ മൂർച്ചയുള്ള വാളിനെ പോലെ തോന്നിച്ചു. കയ്യിലെ ആയുധം ചുഴറ്റി വെള്ളത്തിൽ അലകൾ ഉണ്ടാക്കിക്കൊണ്ട് അടുത്തു വന്ന ആ ജീവി പെട്ടെന്ന് നിശ്ചലമായി. പണ്ടെങ്ങോ പഠിച്ച കരാട്ടെ കളരി ഐറ്റംസ് ഞാനൊന്ന് ഓർത്തു നോക്കി. ഇതിൻ്റെ മുന്നിൽ അതും കൊണ്ട് ചെന്നാൽ ബോഡി തിരിച്ചറിയാൻ പോലും ബന്ധുക്കൾക്ക് സാധിക്കില്ല എന്ന് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ കാർത്തികയുടെ പുറകിലേക്ക് ഒന്നുകൂടി മറഞ്ഞു നിന്നു. എൻ്റെ മുന്നിൽ മറയായി നിന്ന കാർത്തിക അപ്പോൾ തീക്കനൽ പോലെ ജ്വലിക്കുകയായിരുന്നു. അവളുടെ ആ രൂപമാറ്റം കണ്ട് ഞാൻ ഭയന്നുപോയി. കുറച്ചു നേരം കാർത്തികയെ നോക്കി നിന്ന ശേഷം ആ ജീവി എങ്ങോട്ടോ മാഞ്ഞുപോയി. മനസ്സിലെ ഭയം പുറത്തു കാട്ടാതെ ഞാൻ കാർത്തികയോട് ആ ജീവിയെക്കുറിച്ച് ചോദിച്ചു. സുന്ദരമായ പുഞ്ചിരിയോടുകൂടി അവൾ മറുപടി പറഞ്ഞു. ഓരോ അത്ഭുത ലോകങ്ങളും കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ഉണ്ടാവും. അത്തരത്തിൽ ഇവിടം കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടത് ആ ജീവിയാണ്. അനുവാദമില്ലാത്തവർ ഇവിടെ എത്തിയാൽ ആ നിമിഷം കാവൽക്കാർ അതറിയും. സുന്ദരമായ ഓരോ കാഴ്ചകളും കാണുവാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പായി എനിക്കത് തോന്നി. കുറച്ചു നേരം കൂടി കൈതപ്പൂക്കളുടെ തോട്ടത്തിൽ ചുറ്റിക്കറങ്ങിയ ശേഷം തിരികെ തീരത്തിലേക്ക് സഞ്ചരിച്ചു. നിലാവ് പൂക്കളം തീർത്ത ആ കടൽ തീരത്ത് കാർത്തികയുമായി പതിയെ നടക്കവേ ഇവളൊരു മനുഷ്യസ്ത്രീ ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് ഒരു നിമിഷം കൊണ്ട് അവൾ കടൽ തീരത്തു നിന്നും വീട്ടിലെത്തിച്ചു. മനസ്സിലെ ഭയമെല്ലാം മാറി വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ ഏറെ വൈകി. അവധി ദിവസമായതിനാൽ എഴുന്നേറ്റില്ല. കാർത്തികയുടെ സാന്നിധ്യം അവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അവൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ശബ്ദം താഴ്ത്തി ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. ഒളിച്ചിരിക്കാതെ മുന്നിലേക്ക് വാവണ്ണേ. ആരും പ്രതികരിക്കാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു, നീ എന്തിനാ മറിഞ്ഞിരിക്കുന്നത്? മുന്നിലേക്ക് വരൂ. മറുപടിയായി കിട്ടിയത് അവളുടെ കൊഞ്ചൽ കലർന്ന ചിരിയായിരുന്നു. ഞാൻ ഒളിച്ചിരിക്കുന്നുവെന്ന് ആരാ പറഞ്ഞത്? ഞാൻ തൊട്ടു മുന്നിൽ തന്നെ ഉണ്ടല്ലോ, നോക്കൂ. ഞാൻ കിടന്നിരുന്ന കട്ടിലിൽ എനിക്കരികിലായി ഒരു നിഴൽ പോലെ അവൾ തെളിഞ്ഞു വന്നു. മുന്നിലേക്ക് പിടിച്ചിട്ട നീണ്ട കറുത്ത മുടിയിഴകളും കൺമഷി വരച്ച കണ്ണുകളും കവിളിൽ ചുണ്ടിനോട് ചേർന്നുള്ള കാക്കപ്പുള്ളിയും മാറോട് ചേർത്ത് കെട്ടിയ കസവും കഴുത്തിലെ മാലയും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. കട്ടിലിന് വശത്തായി ഇരുന്നവൾ ചോദിച്ചു, എന്തിനാ മുന്നിൽ വരാൻ പറഞ്ഞത്? അവൾ കാലനക്കുന്നതിനനുസരിച്ച് കണങ്കാലിലെ കൊലുസുകൾ കിലുങ്ങുന്ന ശബ്ദം മനോഹരമായിരുന്നു. കൈതപ്പൂവിൻ്റെ മണമുള്ള ഈ സുന്ദരിയെ എന്നും കാഴ്ച കാണുവാൻ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. അവളുടെ ചോദ്യം ഞാൻ കേൾക്കാത്തതുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു, എന്തിനാ എന്നോട് മുന്നിൽ വരാൻ പറഞ്ഞത്? എൻ്റെ മനസ്സ് അവൾ അറിഞ്ഞുവോ എന്തോ. മുഖത്തെ ജാള്യത മറച്ചു വെച്ച് ഞാൻ അവളോട് ചോദിച്ചു, ഇന്നിനി എവിടേക്കാണ് കറങ്ങാൻ പോകുന്നത്? അതിന് മറുപടിയായി അവൾ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, അത് സാധിക്കുവാൻ എന്നെ സഹായിക്കാമോ? വളരെ ഗൗരവത്തോടുകൂടി അവൾ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹം തോന്നി. വരുംവരായികളെക്കുറിച്ച് ആലോചിക്കാതെ MTയുടെ ചന്തുവിനെ പോലെ ഞാൻ വാക്കുകൊടുത്തു. അവൾ പറഞ്ഞു, ഒരു ക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രമാണ്, അവിടെ പോകണം. പക്ഷെ എനിക്കവിടെ പെട്ടെന്ന് കയറാൻ സാധിക്കില്ല. ക്ഷേത്രത്തിന് മുന്നിൽ വ്രതമിരുന്ന് പൂജ ചെയ്താൽ മാത്രമേ ദേവി ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുവാദം തരൂ. വ്രതമിരുന്ന് തുടങ്ങിയാൽ അത് തെറ്റിയാൻ പാടില്ല, തെറ്റിയാൽ അപകടമാണ്. വ്രതം തെറ്റാതെ പൂജ ചെയ്യാൻ എന്നെ സഹായിക്കാമോ? വീണ്ടും MTയുടെ ചന്തുവിനെ പോലെ ഞാൻ പറഞ്ഞു, ഇതോ അംഗം, സോറി, ഇതാണോ സഹായം? ഞാൻ ചെയ്യാമല്ലോ. എൻ്റെ ആവേശം കണ്ട് ചിരിയോടുകൂടി അവൾ പറഞ്ഞു, ദേവിയുടെ ശക്തി അപാരമാണ്. അതുകൊണ്ട് ദേവിയുടെ ശക്തിവലയമുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ശക്തി ഉണ്ടാകില്ല. എന്നെപ്പോലെയുള്ള ശക്തികളെ സ്വന്തം ശക്തിയിലേക്ക് ലയിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട് ലോകത്ത്. അങ്ങനെ ഏതെങ്കിലും ഒരു ശക്തി എന്നെ ലയിപ്പിക്കുവാൻ വന്നാൽ വ്രതസമയം എനിക്ക് എതിർത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ സംഗതിയുടെ കിടപ്പ് ഏകദേശം എനിക്ക് പിടികിട്ടി. വഴിയെ പോകുന്ന വയ്യാവേലിയാണ്. അത് ഓട്ടോ പിടിച്ചു പോയി വാങ്ങിക്കണോ? എൻ്റെ മനസ്സ് എന്നോട് ചോദിച്ചു. ആ ചോദ്യം വേറെ രീതിയിൽ ഞാൻ അവളോടും. ക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ? പോകാതിരുന്നാൽ പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടാകില്ലല്ലോ. എൻ്റെ ആ ചോദ്യം അവളെ വിഷമിപ്പിച്ചു എന്ന് തോന്നി. വാടിയ മുഖത്തോടെ അവൾ മറുപടി പറഞ്ഞു, ദേവിയുടെ ശക്തിയിൽ വിലയം പ്രാപിക്കണം. അതിനവിടെ പോയേ തീരൂ. ഇല്ലെങ്കിൽ ഞാൻ ദുർശക്തികളുടെ പിടിയിലാകും. ഒരുപാട് നാളുകൾ ഇവിടെ ഇങ്ങനെ കഴിയാൻ സാധിക്കില്ല. ദുർമന്ത്രവാദികൾ, അവരുടെ സേവകരായി നിൽക്കുന്ന മറ്റു ശക്തികൾ, ഇവയെല്ലാം എന്നെ അവരുടെ കീഴിലാക്കാൻ ശ്രമിക്കും. പിന്നെ എനിക്ക് മോചനം ഉണ്ടാകില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുഖത്തെ സങ്കടം എന്നെയും വിഷമിപ്പിച്ചു. അതിലുപരി അവൾ എന്നേക്കുമായി പോവുകയാണെന്ന ചിന്ത എന്നെ വല്ലാതെ ബാധിച്ചു. അത് മനസ്സിലാക്കിയിട്ടാകണം അവൾ പറഞ്ഞു, ദേവീശക്തിയിൽ ലയിച്ചാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ അവളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്ന് അവൾ പറഞ്ഞു തന്നു. അങ്ങനെ സമയവും കാലവും നോക്കി രക്ഷകൾ കെട്ടി ഞാനും അവളും യാത്രയ്ക്ക് തയ്യാറായി.
എൻ്റെ വലം കൈയിൽ അമർത്തിപ്പിടിച്ച് ഒറ്റ നിമിഷം കൊണ്ട് എവിടെയോ ഞങ്ങൾ പറന്നിറങ്ങി. തൊട്ടു മുന്നിൽ ഒരു ചെറിയ അരുവി, അരുവിക്കപ്പുറം ഭയപ്പെടുത്തുന്ന കൊടുങ്കാട്. അരുവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇടതുവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ചെമ്പകവും അരളിയും കാണാം. അമ്പലത്തിൻ്റെ പടിക്കെട്ടിൽ ഓട്ടുരുളി ഉണ്ടായിരിക്കും. അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഒരു ചെറിയ കുളം കാണാം. ആദ്യം അമ്പലം പുറത്തുനിന്ന് ചുറ്റി ആ കുളക്കടവിലെത്തണം. 3 തവണ മുങ്ങി നിവർന്ന ശേഷം 7 അരളിയും 7 ചെമ്പകവും ഇറുത്തെടുക്കണം. വാഴയില കീറി നനച്ച് അതിൽ പൂക്കൾ നിറച്ച് കിഴക്കുവശത്തെ വാതിൽ വഴി അമ്പലത്തിനകത്ത് കയറി പടിക്കെട്ടിലെ ഓട്ടുരുളി എടുത്ത് അതിലെ ജലം 3 തവണ പൂക്കളിൽ വിതറണം. ഓട്ടുരുളി ഇടം കൈയിലും പൂക്കൾ വലം കൈയിലുമായി പടിക്കെട്ട് കയറി ശ്രീകോവിൽ വലം വെച്ച് പൂക്കൾ അർപ്പിച്ച് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. യാത്രയ്ക്ക് രക്ഷകനായി കൂടെ വരുവാൻ അപേക്ഷിക്കണം. ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപമായി ത്രിശൂലം കാണാം. ഓട്ടുരുളിയിലെ ജലം 3 തവണ ത്രിശൂലത്തിൽ അർപ്പിച്ച ശേഷം അനുവാദം ചോദിച്ച് ത്രിശൂലം ഊരിയെടുക്കണം. പോയി വരൂ, വരുന്നതുവരെ ഞാനിവിടെ ഉണ്ടാവും, കാർത്തിക പറഞ്ഞു നിർത്തി. അവളുടെ മുഖം വല്ലാതെ ഗൗരവത്തിൽ കാണപ്പെട്ടു. മുഖത്തെ ഗൗരവത്തെ വാക്കുകളിൽ അതേപടി കലർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇനിയുള്ള ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ ഒരു സ്ത്രീയായി ഇനി കാണരുത്. എന്നോടുള്ള മോഹങ്ങൾ മനസ്സിലുണ്ടാവരുത്. നമുക്ക് 2 പേർക്ക് അത് അപകടമാണ്. പൂർണ്ണമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. അവളുടെ വാക്കുകൾ എൻ്റെ മനസ്സിലെ ഭയം വലുതാക്കി എന്നുള്ളതാണ് സത്യം. അമ്പലം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അമ്പലത്തിലേക്ക് അടുക്കും തോറും മനസ്സിലെ ഭയം കുറഞ്ഞു തുടങ്ങി. കാർത്തിക പറഞ്ഞതുപോലെ കടവിൽ മുങ്ങി നിവർന്ന ശേഷം പൂക്കൾ ശേഖരിച്ചുകൊണ്ട് ഞാൻ അമ്പലത്തിലെ പടവുകൾ കയറി. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ആ ക്ഷേത്രത്തിലെ പടിക്കെട്ടിൽ പുൽച്ചെടികൾ വളർന്നു കയറിയിരുന്നു. അവസാന പടിക്കെട്ടിലെ ഓട്ടുരുളി കയ്യിലെടുത്ത് കാർത്തിക ഉപദേശിച്ച വിധിപ്രകാരം പൂജകൾ ചെയ്ത് ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ശിവലിംഗ പ്രതിഷ്ഠയിൽ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. യാത്രയ്ക്ക് രക്ഷയായി കൂടെ വരുവാൻ അപേക്ഷിച്ചു. അതിനുശേഷം അനുവാദം ചോദിച്ചുകൊണ്ട് ത്രിശൂലം ഊരിയെടുക്കുവാൻ വേണ്ടി കൈനീട്ടി. അതിശക്തമായ ചീറ്റൽ കേട്ട് ഭയന്നു പോയി ഞാൻ. ത്രിശൂലത്തിൽ ചുറ്റി നീല നിറമുള്ള നാഗം. അതെവിടെ നിന്ന് വന്നു എന്ന് പോലും കണ്ടില്ല. ഫണമിടർത്തി ഭയാനകമായി നിൽക്കുന്ന നാഗത്തിൻ്റെ മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ തളർന്നു നിന്നു. ആ സമയം കാർത്തികയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ ഒഴുകിയെത്തി. ഭയക്കേണ്ട, ശക്തിരൂപമാണ് ആ നാഗം. ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ത്രിശൂലം ഊരിയെടുത്തോളൂ. ഓം നമശിവായ എന്ന ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ത്രിശൂലത്തിൽ തൊട്ടു. അത്ഭുതം, ആ നാഗം അപ്രത്യക്ഷമായി. ഒന്നുകൂടി ബലത്തിൽ ഞാൻ അതിനെ ഊരിയെടുക്കാൻ ശ്രമിച്ചു. ആ ക്ഷേത്രം മുഴുവൻ എൻ്റെ പഞ്ചാക്ഷരി മന്ത്രജപം മുഴങ്ങി. ശരീരത്തിലേക്ക് ഒരു ശക്തി ഒഴുകി വരുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ആ ത്രിശൂലം തറയിൽ നിന്ന് ഊരിപ്പോന്നു. കയ്യിൽ ഊരിയെത്തിയ ഉടൻ തന്നെ അത് ചെറുതാവുകയും എൻ്റെ വലതുകൈ വെള്ളയിൽ ഒരു ചിത്രമായി രൂപപ്പെടുകയും ചെയ്തു. തിരികെ ഇതേ സ്ഥലത്ത് സ്ഥാപിക്കാമെന്ന് സത്യം ചെയ്ത ശേഷം ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് കാർത്തികയുടെ അടുത്തേക്ക് നടന്നു. എന്നെ കാത്തു നിൽക്കുകയായിരുന്നു കാർത്തിക. ഞാൻ വരുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം നിറയുന്നതായി എനിക്ക് മനസ്സിലായി. എന്തായി, ത്രിശൂലം കിട്ടിയോ? ഉത്കണ്ഠയോടെ കൂടി അവൾ ചോദിച്ചു. മറുപടി പറയാതെ ഞാൻ എൻ്റെ വലതുകൈ അവൾക്ക് നേരെ ഉയർത്തി കാണിച്ചു. കൈവെള്ളയിൽ ത്രിശൂല ചിത്രം കണ്ട ഉടൻ അവൾ കൈ കുമ്പിട്ട് തല കുനിച്ച് നിലത്തേക്കിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ പതിയെ എന്നോടായി പറഞ്ഞു, ഭഗവാൻ എന്നെ സഹായിക്കും. നമുക്ക് സഞ്ചരിക്കാം. സമയം കളയുന്നത് നല്ലതല്ല. മുന്നിൽ അരുവിയിൽ ഓളം തല്ലുന്ന വെള്ളവും പിന്നെ ആ അരുവിക്കപ്പുറം കാണുന്ന ഭയപ്പെടുത്തുന്ന കൊടുങ്കാടും. കാർത്തിക എൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അടുത്ത നിമിഷം ആ കൊടുങ്കാടിനുള്ളിൽ എവിടെയോ ഞങ്ങൾ ചെന്നിറങ്ങി. പരിസരം കാണാനും മനസ്സിലാക്കാനും കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു. ഉൾക്കാടിൽ എവിടെയോ ആണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി. വൃക്ഷങ്ങളുടെ ഇലകളും കൊമ്പുകളും വീണ് നിറഞ്ഞ സ്ഥലം. സൂര്യപ്രകാശം കടന്നു വരാത്ത നിബിഡ വനപ്രദേശമായിരുന്നു അത്. ഇംഗ്ലീഷ് സിനിമകളിലെ ആഫ്രിക്കൻ കാടുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വനപ്രദേശം. ഞങ്ങൾ പതിയെ മുന്നോട്ട് നടന്നു. നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പാലമരത്തിന് മുന്നിൽ നിന്ന ശേഷം കാർത്തിക പറഞ്ഞു, ഇവിടെ നിന്ന് മുന്നോട്ട് എനിക്ക് ശക്തിയില്ല. എന്നെ സഹായിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ നിർബന്ധിക്കില്ല. മുന്നോട്ട് പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. ജീവൻ വരെ നഷ്ടപ്പെടാം. അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിയുടെ പിടിയിലായി മരണത്തേക്കാൾ ഭയാനകമായ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാം. തിരികെ പോകാൻ ഇതാണ് അവസാന അവസരം. വന്ന സ്ഥലത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവിടാം. അതല്ലേ നല്ലത്? കാർത്തികയുടെ വാക്കുകൾ എന്നിലെ ഭയത്തിനെ ഇരട്ടിയാക്കി. പക്ഷെ അത് മറച്ചുവെച്ച് ഞാൻ ചോദിച്ചു, മുന്നിൽ എന്താണ് ഇത്ര അപകടം കാർത്തിക? പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മാന്ത്രികൻ്റെ വീടായിരുന്നു ഇവിടം. ആരാധനയ്ക്കായി അയാൾ ഒരു ദേവീക്ഷേത്രം പണിതു. 4 വേദങ്ങളിലും പ്രാവീണ്യം നേടിയ ആ മനുഷ്യൻ സകല ശക്തികളെയും തനിക്ക് അധീനതയിലാക്കി. ദിവസവും ദേവീപൂജ നടത്തിയിരുന്ന അയാളിൽ ദേവീപ്രസാദവും ഉണ്ടായിരുന്നു.
ഉദ്ദിഷ്ടകാര്യം സാധിക്കുവാൻ വന്നിരുന്ന ആളുകൾ സ്വർണവും രത്നവും സകല വകകളും അദ്ദേഹത്തിന് സമ്മാനിക്കുമായിരുന്നു. അതിലുപരി ആ കെട്ടിടത്തിലെ നിലവറയിൽ സകല മന്ത്രങ്ങളും ആലേഖനം ചെയ്യപ്പെട്ട താളിയോലകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കാലം കഴിയവേ അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ വീടിൻ്റെ കാവലായി നിലകൊണ്ടു. പക്ഷെ അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കാൻ ചിലരും താളിയോലകൾ കൈക്കലാക്കാൻ വേറെ ചിലരും ശ്രമങ്ങൾ നടത്തി. അനവധി പേർ ആ മാന്ത്രികൻ്റെ ആത്മാവിനാൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രവിധികൾ അടങ്ങിയ താളിയോല കെട്ടുകൾ സ്വന്തമാക്കുവാൻ വേണ്ടി വന്ന ഒരാൾ ആ വീട്ടിൽ നിന്ന് 50 വാര ദൂരത്തിൽ മന്ത്രജപങ്ങൾ ആരംഭിച്ചു. ഭയാനകമായ ശക്തികളെ ആ വീട്ടിലേക്ക് അയച്ചു. വർഷങ്ങളോളം ആ മന്ത്രവാദിയും ആത്മാവും തമ്മിൽ മാന്ത്രിക പ്രയോഗങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായി ചുറ്റുമുള്ള സ്ഥലങ്ങളും നദിയും അരുവികളും എല്ലാം നശിച്ചുകൊണ്ടിരുന്നു. താൻ കാരണം നാട് നശിക്കേണ്ടെന്ന് ചിന്തിച്ച ആത്മാവ് ആ ദുർമന്ത്രവാദിയുടെ മുന്നിൽ കീഴടങ്ങി. ആത്മാവിനെ ബന്ധിച്ച ദുർമന്ത്രവാദി ആണിയിൽ ആവാഹിച്ച് കാഞ്ഞിരത്തിൽ തറച്ചു. എന്നിട്ട് അയാൾ ദുർശക്തികളെ മുഴുവൻ താളിയോല തിരയുവാൻ വിട്ടു. ഇതിൽ കലിപൂണ്ട ദേവി തൻ്റെ അംശശക്തികളോട് ആ ദുർമാന്ത്രികൻ്റെ കഥ കഴിക്കാനും ഇവിടം കാത്തു സൂക്ഷിക്കാനും ആജ്ഞാപിച്ചു. അങ്ങനെ ദേവി കോപത്താൽ ആ ദുർമാന്ത്രികനും ഇല്ലാതായി. കാലം കഴിയവേ ഇവിടം കാടായി മാറി. പൂജയും വിളക്കുമില്ലാതെ അമ്പലം ക്ഷയിച്ചു. ദേവീപ്രഭ കുറഞ്ഞു തുടങ്ങിയത് മുതൽ ഉറങ്ങിക്കിടന്ന ദുർശക്തികൾ ഉണർന്നു തുടങ്ങി. ആ ദുർമന്ത്രവാദിയുടെ ആത്മാവും അയാളുടെ ദുർശക്തികളും ഇവിടെയുണ്ട്. ദേവീകൃപയുള്ള സ്ഥലമായതിനാൽ എനിക്കിവിടെ ശക്തിയില്ല. എനിക്ക് അവരെ നേരിടാൻ കഴിയില്ല. നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് ആ ശക്തികളെ നേരിടേണ്ടി വരും. എൻ്റെ കൂടെ വരുവാൻ ഞാൻ നിർബന്ധിക്കില്ല. ചിന്തിച്ചു തീരുമാനം എടുക്കൂ. കാർത്തിക പറഞ്ഞ കഥകൾ എൻ്റെ ചിന്താശക്തിക്കും അപ്പുറമായിരുന്നു. ഭയം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. തിരികെ പോയാലോ എന്നായി എൻ്റെ ചിന്ത. എൻ്റെ മനസ്സ് അവൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അവളുടെ മുഖം വാടുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. മുഖത്ത് സങ്കടം നിറഞ്ഞുവെങ്കിലും പ്രതീക്ഷ കൈവിടാതെയുള്ള അവളുടെ നോട്ടം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. തിരിച്ചു പോകുവാൻ മനസ്സ് പറയുന്നുവെങ്കിലും എന്തോ എനിക്കതിനു സാധിച്ചില്ല. മുന്നോട്ടുള്ള പാതയിലെ അപകടങ്ങൾ തരണം ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്നുള്ള ചിന്ത എന്നെ വല്ലാത്ത ഒരവസ്ഥയിലാക്കി. അവളുടെ മുഖത്തെ പ്രതീക്ഷയെ ഇല്ലാതാക്കുവാൻ എനിക്ക് തോന്നുന്നതുമില്ല. അവസാനം അപകടങ്ങൾ നിറഞ്ഞ ആ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഉറച്ചതായിരുന്നു ആ തീരുമാനം. അത് ഞാൻ കാർത്തികയോട് പറഞ്ഞു. അവൾ മറുപടി പറഞ്ഞില്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനം അവൾ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാകും മറുപടി നൽകാത്തത്. നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ പാലമരത്തിൻ്റെ ഇടതുവശത്തായി കാട്ടുവള്ളികൾ പടർന്നു കയറിയ ചെമ്പകമരം നിൽപ്പുണ്ടായിരുന്നു. കാർത്തിക എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. കാട്ടുവള്ളികൾ വെട്ടിമാറ്റി ചെമ്പകമരത്തിൻ്റെ ചുവട് വൃത്തിയാക്കുവാൻ അവൾ എന്നോട് ആവശ്യപ്പെട്ടു. അവളുടെ മുഖത്തെ ഗൗരവഭാവം എന്തെങ്കിലും ചോദിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഞാൻ ആ കാട്ടുവള്ളികൾ വെട്ടിമാറ്റി. കുറച്ചു സമയത്തെ കഷ്ടപ്പാട് കഴിഞ്ഞപ്പോൾ ചെമ്പകമരത്തിൻ്റെ ചുവട് കാടും പടർപ്പും മാറി വൃത്തിയായി. താഴ്ഭാഗത്തെ കരിയിലകൾ കൂടി മാറ്റിയപ്പോൾ ഒരു കൽവിളക്ക് കണ്ടു. ഞാൻ ചോദ്യഭാവത്തിൽ കാർത്തികയെ നോക്കി. അവൾ മറുപടി പറഞ്ഞു. ദേവിയുടെ അംശശക്തികളിൽ ഒന്നാണ് ഈ വിളക്ക്. ദുർമന്ത്രവാദിയെ വധിച്ച ശേഷം ഈ ശക്തി ഇവിടെ കാവലായി നിന്നു. അന്ന് ആളുകൾ വിളക്ക് വയ്ക്കുമായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ എല്ലാം ഇല്ലാണ്ടായി. 3 അംശശക്തികളിൽ ഒന്നാണിത്. വിളക്ക് തെളിയിക്കാനുള്ള തിരിയും മറ്റും അടക്കം ചെയ്ത പേടകം അടുത്ത് തന്നെ ഉണ്ടാവും. വിളക്ക് വൃത്തിയാക്കി തിരി തെളിയിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അകത്തേക്ക് കയറുവാൻ അനുവാദം ചോദിക്കണം. വേഗമാവട്ടെ, വിളക്ക് തെളിയിച്ച് ചെമ്പകപ്പൂക്കൾ ഇറുത്ത് പ്രാർത്ഥന നടത്തൂ. അടുത്തു തന്നെ ഉണ്ടായിരുന്നു തിരിയും മറ്റും അടക്കം ചെയ്ത പേടകം. മണ്ണിൽ പൊതിഞ്ഞു കിടന്ന പേടകം തുറന്ന് തിരി തെളിച്ച് വിളക്കിൽ വെച്ച് പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. മനസ്സിലെ ഭയമെല്ലാം ആ സമയം എവിടെയോ പോയി ഒളിച്ചു. എന്തിനേയും നേരിടാൻ തയ്യാറായി ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഭാവമാറ്റം കണ്ടിട്ടാകണം കാർത്തിക പറഞ്ഞു. ആവേശം ഒട്ടും വേണ്ട. പ്രാർത്ഥിച്ച് അനുവാദം ചോദിച്ചില്ലേ? ഇനിയിപ്പം കൽവിളക്കിലെ എണ്ണ പുരണ്ട കരി കൊണ്ട് നെറ്റിയിൽ കുറി വരയ്ക്കൂ. എന്നിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. അവൾ പറഞ്ഞതുപോലെ നെറ്റിയിൽ കുറി തൊട്ടതിന് ശേഷം അവളെ തൊടുവിക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു. അവൾ പെട്ടെന്ന് പുറകോട്ട് മാറി. പാടില്ല, എന്നെപ്പോലുള്ള ശക്തികൾക്ക് ദേവിയുടെ അനുവാദമില്ലാതെ ദേവീപ്രസാദം സ്പർശിക്കാൻ സാധിക്കില്ല. നടന്നോളൂ, ഞാൻ കൂടെയുണ്ട്. അവൾക്ക് വേണ്ടി എടുത്ത കുറി എൻ്റെ കഴുത്തിൽ വരച്ചതിന് ശേഷം അവൾ മുന്നിലും ഞാൻ പുറകിലുമായി ആ പാലമരത്തിനെ കടന്നുപോയി. കാടിൻ്റെ സ്വഭാവം തന്നെ വല്ലാതെ മാറിപ്പോയിരുന്നു. കാറ്റുപോലും ആ പാലമരം കടന്ന് മുന്നോട്ട് വരുന്നില്ല എന്ന് തോന്നി. ഓരോ ചുവടും ശ്രദ്ധയോടുകൂടിയായിരുന്നു അവൾ നടന്നത്. കരിയിലകളും ചുള്ളിക്കമ്പുകളും വീണ് നിറഞ്ഞ ആ സ്ഥലത്ത് എന്ത് അപകടമാണോ കാത്തിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ പഴുത്ത പനങ്കായകൾ ധാരാളം വീണ് കിടക്കുന്നത് കണ്ടു. പനന്തുങ്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഞാൻ ഒരെണ്ണം എടുക്കുവാൻ കാർത്തികയോട് അനുവാദം ചോദിച്ചു. അരുത്, ഒന്നും തുടരുത്, അപകടമാണ്. അവളുടെ ശബ്ദം വല്ലാതെ പതറിയിരുന്നു. ഒരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി, കരിമ്പനകളല്ലാതെ വേറെ ഒരു വൃക്ഷങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്രയധികം കരിമ്പനകൾ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്നു.
അവ വല്ലാതെ ഭീതി ഉണർത്തി. അവയ്ക്കിടയിലൂടെ സൂര്യപ്രകാശം ആ ഭൂമിയിൽ പതിക്കില്ല. കരിമ്പനകൾ നോക്കവേ അവ എന്നെ നോക്കി പല്ലിളിക്കുകയാണോ എന്ന് തോന്നി. ഒരു നിമിഷം കൊണ്ട് ഞാൻ വിയർത്തു കുളിച്ചു. എൻ്റെ ഭാവമാറ്റം കാർത്തിക കാണുന്നുണ്ടായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, അരുത്, ഭയക്കരുത്. തൃശൂലം നമ്മുടെ രക്ഷയ്ക്കായി കൂടെയുണ്ട്. ദേവിയുടെ അംശശക്തി നമ്മളെ കാണുന്നുണ്ട്. ഭയത്തിനെ പുറത്താക്കി പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് നടക്കൂ. ഒരുപാട് ദൂരം പോകുവാനുണ്ട്. അവളുടെ വാക്കുകൾ എന്നിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. വല്ലാതെ ഭയന്നു പോയിരുന്നു. വന്ന കാര്യം സാധിക്കാതെ പിന്തിരിഞ്ഞാൽ അപകടം നിശ്ചയമാണെന്നുള്ളതുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. പതിയെ മുന്നോട്ട് നടക്കവേ തൊട്ടുപുറകിൽ ആരോ വരുന്നതായി തോന്നൽ. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഭയാനക രൂപത്തിലുള്ള എന്തോ ഒന്ന് എൻ്റെ നേരെ പാഞ്ഞു വരുന്നു. ആ ഭീകരരൂപി വന്നിടിച്ചിട്ടാണോ എന്തോ ഞാൻ തെറിച്ചു താഴെ വീണു. ശക്തമായ ആ വീഴ്ചയിൽ നെറ്റി എവിടെയോ ഇടിച്ചു. അല്പസമയത്തിനകം തന്നെ എനിക്ക് സ്ഥലകാല ബോധം തിരിച്ചു കിട്ടി. ഞാൻ വീണ് കിടക്കുന്നതിനടുത്തായി കാർത്തികയും വീണ് കിടപ്പുണ്ടായിരുന്നു. അവളുടെ കൈകാലുകൾ കാഞ്ഞിര വള്ളിയാൽ ബന്ധിക്കപ്പെട്ടിരുന്നു. അവളുടെ മുഖത്തെ ഭീതി, അവളുടെ നിസ്സഹായത എല്ലാം എന്നെ വല്ലാതെ ഉലച്ചു. വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എവിടെയൊക്കെയോ വേദന തോന്നി. അവളുടെ കൈകാലുകളിലെ ബന്ധനങ്ങൾ അഴിക്കുവാൻ ഞാൻ ശ്രമിച്ചു. വേദന നിറഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, സാധിക്കില്ല. മന്ത്രജപം കൊണ്ടുള്ള കാഞ്ഞിരക്കെട്ടാണിത്. അഴിക്കണമെങ്കിൽ 1001 മന്ത്രജപം ആവാഹിച്ച എഴുത്താണിക്കത്തി വേണം. നേരെ തെക്കോട്ട് നടന്നോളൂ. ചിലന്തി വലകൾ നോക്കി നടക്കുക. 10 വാരം നടക്കുമ്പോൾ വലിയൊരു കാഞ്ഞിരമരം കാണും. അവിടെ ഒരു യോഗിയെ കാണാം. ജീവനില്ലാത്ത ശരീരമായിരിക്കും. ഭയക്കേണ്ട. നമുക്ക് പറ്റിയ അപകടം പറഞ്ഞ് സഹായം ചോദിക്കണം. തീർച്ചയായും സഹായിക്കും. പോയി വരൂ. മറക്കരുത്, അരനാഴിക അതാണ് സമയം. അത് കഴിഞ്ഞാൽ. അവൾ പാതിയിൽ നിർത്തി. ഞാൻ മുന്നോട്ട് നടന്നു. നിൽക്കൂ. തിരികെ വരുമ്പോൾ ഞാനില്ല എങ്കിൽ നേരെ മുന്നോട്ട് പോകുക. ആദ്യം കാണുന്ന ആൽമരത്തിൽ ദേവിയുടെ 2ാം അംശശക്തിയുടെ വിളക്കുണ്ടാകും. അത് തെളിയിക്കുക. ബാക്കി മാർഗം അപ്പോൾ തെളിയും. ഒന്നുകൂടി, ഞാനിവിടെ ഈ ബന്ധനത്തിൽ കാണുന്നില്ലെങ്കിൽ ഞാൻ ഇല്ലാതെയായി എന്ന് മനസ്സിലാക്കണം. പിന്നെ ആരെയും വിശ്വസിക്കരുത്. ബന്ധന വിമുക്തിയായി എന്നെ കാണപ്പെട്ടാൽ അത് ഞാനല്ല, മറ്റേതോ ശക്തിയാണെന്ന് തിരിച്ചറിയണം. നേരെ നോക്കാതെ, ഒന്നിനും പ്രതികരിക്കാതെ വേഗം ആൽമരത്തിനടുത്ത് എത്തിച്ചേരണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഭയങ്കരമായ വേദന അവൾ അനുഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ യോഗി നിവസിക്കുന്ന കാഞ്ഞിരമരം ലക്ഷ്യമാക്കി നടന്നു. ആ യാത്രയിലും എനിക്ക് മനസ്സിലായി, എനിക്ക് കാണുവാൻ സാധിക്കാത്ത എന്തൊക്കെയോ എന്നെ പിന്തുടരുന്നുവെന്ന്. അരൂപികളായ ഏതൊക്കെയോ ശക്തികൾ പിന്തുടരുന്നു എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കാർത്തികയുടെ അപ്പോഴത്തെ അവസ്ഥയും അവളെ രക്ഷിക്കണമെന്നുള്ള ചിന്തയും മറ്റെല്ലാം മറക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. അവൾ പറഞ്ഞതുപോലെ ചിലന്തി വലകൾ മാർഗദർശകമായി ഞാൻ തെക്ക് ഭാഗത്തേക്ക് നടന്നു. അല്ല, ഓടുകയായിരുന്നു. അതാണ് സത്യം. കാർത്തിക പറഞ്ഞതുപോലെ വലിയൊരു കാഞ്ഞിരമരം ദൂരെയായി കണ്ടു. കാഞ്ഞിരമരത്തിനോട് അടുക്കും തോറും എനിക്ക് ചുറ്റുമുള്ള വായു ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. എൻ്റെ 2 വശങ്ങളിലും നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് കൊമ്പുകളും വള്ളിപ്പടർപ്പുകളും ഭയാനകമായ രീതിയിൽ കുലുങ്ങുവാൻ തുടങ്ങി. ഓടിപ്പോകൂ എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി. സർവ്വശക്തിയും സംഭരിച്ച് ഞാൻ മുന്നോട്ടോടി. എനിക്ക് വശങ്ങളിലായി ആരുടെയോ കാൽപ്പാടുകൾ മണ്ണിൽ തെളിയുന്നത് കണ്ടു. കരിയിലകൾ ഞെരിഞ്ഞവരുന്ന ശബ്ദം കേട്ടു. എൻ്റെ കാലുകൾ തളർന്നു തുടങ്ങിയിരുന്നു. കാഞ്ഞിരമര ചുവട്ടിൽ എത്തുവാൻ സാധിക്കില്ല എന്നെനിക്ക് തോന്നി. കാഞ്ഞിരമരത്തിൽ നിന്ന് 4ഓ 5ഓ അടികൾ മാത്രം ദൂരത്തിലെത്തവേ മരത്തിൽ ചാരിയിരുന്ന് മന്ത്രജപം നടത്തുന്ന യോഗിയുടെ ശരീരത്തെ കാണുവാൻ സാധിച്ചു. രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചുകൊണ്ട് ഞാൻ ആ മരച്ചുവട്ടിലേക്ക് തെറിച്ചു വീണു. അന്തരീക്ഷം സാധാരണഗതിയിലായി. ഭയാനകമായ ശബ്ദ കോലാഹലങ്ങളും കാറ്റും ഇല്ലാതെയായി. മരത്തിനോട് ചേർന്നിരിക്കുന്ന അസ്ഥിയോട് തുല്യമായ ആ ശരീരത്തിനോട് ഞാൻ രക്ഷയാചിച്ചു. 1001 മന്ത്രജപം ആവാഹിച്ച എഴുത്താണിക്കത്തി തന്ന് സഹായിക്കുവാൻ അപേക്ഷിച്ചു. പൂർണ്ണ മനസ്സോടെ വീണ്ടും വീണ്ടും അപേക്ഷിക്കൂ എന്ന് കാർത്തിക പറയുന്നത് പോലെ എനിക്ക് തോന്നി. ജീവനില്ലാത്ത ആ ശരീരത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഞാൻ സഹായം അഭ്യർത്ഥിച്ചു. നിർജീവമായിരുന്ന ആ ശരീരത്തിന് പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. കാണെ കാണെ അതൊരു ജീവനുള്ള യോഗിയായി മാറി. നിർജീവമായ ആ കണ്ണുകൾ തിളക്കമുള്ളതായി മാറി. അപേക്ഷിച്ച് നിൽക്കുന്ന എന്നെ നോക്കി ആ യോഗി പറഞ്ഞു, എഴുന്നേൽക്കുക. നിന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം വളരെ വലുതാണ്. വഴി തെളിക്കുക എന്നുള്ളതാണ് നിന്റെ ധർമ്മം. മങ്ങിത്തുടങ്ങിയ ദേവീശക്തിയെ പുനരുജ്ജീവിപ്പിക്കുക, അതാണ് വേണ്ടത്. അത് പക്ഷേ എളുപ്പമല്ല. മരണം വരെ സംഭവിക്കാം. മരണവും ഒരവസ്ഥ മാത്രമാണ് എന്ന് മനസ്സിലാക്കി പൂർണ്ണ വിശ്വാസത്തോടെ കർമ്മം ചെയ്താൽ വിജയം നിശ്ചയമാണ്. എഴുത്താണിക്കത്തി കൊണ്ടുപോയിക്കോളൂ. നിന്റെ കൂടെയുള്ള ശക്തിയെ രക്ഷപ്പെടുത്തൂ. അതിശക്തരായ അരൂപികൾ നിന്നെ കാത്തു നിൽപ്പുണ്ട്. ആദ്യം അവരിൽ നിന്ന് രക്ഷപ്പെടണം. കയ്യിലെ തൃശൂലത്തിൻ്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആദ്യം സ്വയം വിശ്വാസമാണ് വേണ്ടത്. നിന്റെ മനോബലം
നിന്റെ മനോബലമില്ലായ്മ നിന്റെ ശത്രുക്കളെ ബലവാന്മാരാക്കുമെന്ന് ഓർത്തുകൊള്ളൂ. പൂർണ്ണ വിശ്വാസം, അതാണ് വേണ്ടത്. നീ എന്ന സ്ഥൂലത്തിനെ മറന്ന് പൂർണ്ണം എന്നുള്ള സൂക്ഷ്മത്തിനെ വിശ്വസിക്കുക. നിന്റെ കൂടെ ഞാനുണ്ട്. പക്ഷെ ഓർക്കുക, വഴിയൊരുക്കുക എന്നുള്ളത് നിന്റെ കർമ്മമാണ്. പൊയ്ക്കോളൂ. അതൊരാജ്ഞയായിരുന്നു. എഴുത്താണിക്കത്തി അരപ്പട്ടയിൽ മുറുക്കി കെട്ടി യോഗിയെ ഒന്നുകൂടി പ്രണമിച്ച് കണ്ണു തുറന്നപ്പോൾ യോഗി അവിടെ ഉണ്ടായിരുന്നില്ല. യോഗി സൂചിപ്പിച്ച അരൂപികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ എനിക്ക് സാധിക്കുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഞാൻ കാർത്തികയുടെ അടുത്തേക്ക് ഓടി. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയതേ ഉള്ളൂ. എൻ്റെ മാർഗത്തിന് മുന്നിലായി തറയിലൊരു നിഴൽ കണ്ടു. തിരിച്ചറിയാൻ കഴിയാത്ത എന്തോ ഒന്നിൻ്റെ നിഴൽ. എൻ്റെ വശങ്ങളിൽ പല്ലിറുമുന്നതിൻ്റെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിൽ വലത് കൈയിലെ ചരടിൽ കെട്ടിയിരുന്ന തൃശൂലം വലിച്ചെടുത്ത് ഞാൻ മുന്നോട്ട് നീട്ടി. അഗ്നിസ്ഫുലിംഗങ്ങൾ ഉയർത്തിക്കൊണ്ട് തൃശൂലം വലുതായി. അതോടൊപ്പം അടിയേറ്റ് നിലവിളിക്കുന്നത് പോലെ ശബ്ദങ്ങൾ എൻ്റെ ചുറ്റിനും കേട്ടു തുടങ്ങി. എൻ്റെ മുന്നിലെ നിഴൽ രൂപം നിന്നിരുന്ന സ്ഥലത്തിലെ കരിയിലെ മരക്കൊമ്പുകളും വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. ചുഴലിക്കാറ്റ് പോലെ അതെൻ്റെ മുന്നിലെ മാർഗത്തിനെ മറച്ചു. ഭയക്കേണ്ട, മുന്നോട്ട് നടക്കൂ എന്ന് കാർത്തിക പറയുന്നത് പോലെ എനിക്ക് തോന്നി. അവൾ എല്ലാം അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ശിവപഞ്ചാക്ഷരി മന്ത്രം ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് തൃശൂലം മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. ഞാൻ മുൻപോട്ട് നടന്നു. മാർഗം മുടക്കി നിന്നിരുന്ന ചുഴലിക്കാറ്റ് ഞാൻ മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് പുറകോട്ട് നീങ്ങിത്തുടങ്ങി. കാർത്തിക പറഞ്ഞിരുന്ന അരനാഴിക നേരം കഴിയാറായിരുന്നു. എന്തും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചുഴലിക്കാറ്റിനെ വകഞ്ഞു മാറ്റി മുന്നോട്ടോടി. ഒന്നും സംഭവിച്ചില്ല. ചുഴലിക്കാറ്റടങ്ങി. പക്ഷേ കോപത്താൽ അലറി വിളിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. അരൂപികളിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ കാർത്തികയുടെ അടുത്തെത്തി. അവളെ രക്ഷിക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഇടത് കൈകൊണ്ട് എഴുത്താണിക്കത്തി വലിച്ചൂരി. അല്പനേരത്തെ അശ്രദ്ധയാവാം, ഏതോ മരക്കൊമ്പിൽ തട്ടി ഞാൻ നിലത്തേക്ക് തെറിച്ചു വീണു. തൃശൂലം പിടിവിട്ട് നിലത്ത് വീണു. എഴുത്താണിക്കത്തി എൻ്റെ ഇടത് കാൽത്തുടയിൽ തറഞ്ഞു കയറി. അരനാഴിക കഴിയാൻ അല്പനേരം മാത്രം ബാക്കി. എനിക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല. പിടിയോളം തറഞ്ഞു കയറിയ കത്തിയിലൂടെ ചോര ഒഴുകി തുടങ്ങി. പക്ഷേ കത്തിയിലൂടെ ഒഴുകിയ രക്തം നിലത്തു വീണിരുന്നില്ല. പകരം കത്തിയിൽ നിന്ന് തന്നെ അത് അപ്രത്യക്ഷമായി. സർവശക്തിയും സംഭരിച്ച ആ കത്തി ഞാൻ വലിച്ചൂരി. മരത്തിലെ ഞാന്നു കിടന്ന വള്ളിയിൽ ബലമായി പിടിച്ചെഴുന്നേറ്റ് ഞാൻ കാർത്തികയുടെ അടുത്തേക്ക് നടന്നു. ആദ്യം അവളുടെ കൈകളിലേക്ക് കെട്ടുമുറിച്ച് മാറ്റുവാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൾ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ആദ്യം എഴുത്താണിക്കത്തി കൊണ്ട് നമ്മൾ നിൽക്കുന്നതിന് ചുറ്റും വൃത്തം വരയ്ക്കൂ. എന്നിട്ട് കിഴക്ക് ദർശനമായി എഴുത്താണിക്കത്തി കുത്തുനിർത്തി യോഗിയെ മനസ്സിൽ ചിന്തിച്ച് രക്ഷാമാർഗം പറഞ്ഞു തരാൻ അപേക്ഷിക്കൂ. ഒന്നും മനസ്സിലായില്ല. എങ്കിലും കാർത്തിക പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അന്തരീക്ഷത്തിൽ മന്ത്രജപങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടു. എഴുത്താണിക്കത്തി തീ പോലെ തിളങ്ങി. മന്ത്രജപങ്ങൾ ഉച്ചത്തിലാകവേ കാർത്തികയുടെ ബന്ധനങ്ങൾ ഓരോന്നോരോന്നായി പൊട്ടിമാറുന്നത് കണ്ടു. കൈകളിലെയും കാലുകളിലെയും ബന്ധനത്തിൽ നിന്ന് വിമുക്തിയായ കാർത്തിക എഴുന്നേറ്റു. നിലത്ത് ഉറച്ചിരുന്ന എഴുത്താണിക്കത്തി ഊരിയെടുത്ത് ഇനി എന്ത് വേണമെന്ന ഭാവത്തിൽ ഞാൻ അവളെ നോക്കി. ആ നിമിഷം യോഗിയുടെ ശബ്ദം അവിടെ മുഴങ്ങി, വേഗം നടക്കുക. ആൽമരത്തിലെ രണ്ടാം അംശശക്തിയെ ഉണർത്താൻ സമയമായി. രാത്രിയുടെ രണ്ടാം യാമത്തിന് മുന്നേ ദേവിയുടെ മൂന്നാം അംശശക്തിയെ ഉണർത്തി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് വിളക്ക് വയ്ക്കണം. എന്നാലേ ദേവീ സഹായം ലഭിക്കുകയുള്ളൂ. തടസ്സം വരുത്താൻ ദുഷ്ടശക്തികൾ ശ്രമിക്കും. സകല തടസ്സങ്ങളെയും മറികടന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. വേഗമാവട്ടെ, വഴിയൊരുക്കുക. എന്ന നിന്റെ കർമ്മം നീ പൂർത്തിയാക്കൂ. യോഗിയുടെ വാക്കുകൾ എന്നിൽ വല്ലാത്തൊരു ഊർജം നിറച്ചു. കാലിലെ മുറിവ് വസ്ത്രം കൊണ്ട് മൂടിക്കെട്ടി ഞാൻ മുന്നോട്ട് നടന്നു. തൊട്ടുപിറകിലായി കാർത്തികയും. എനിക്ക് മുന്നിൽ അദൃശ്യനായ യോഗിയുണ്ട് എന്നൊരു വിശ്വാസം എനിക്ക് ധൈര്യം തന്നു. അധിക തടസ്സങ്ങളൊന്നുമില്ലാതെ രണ്ടാം അംശശക്തി കുടികൊള്ളുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തി. ചിലന്തി വലകളും മാറാലകളും കരിയിലയും എല്ലാം കൂടി ആൽമരത്തിൻ്റെ ചുവട് ഭീകരമായ ഒരവസ്ഥയിലായിരുന്നു. ആദ്യ അംശവിളക്ക് കൊളുത്തിയ ഓർമ്മയിൽ ഞാൻ ആൽമരത്തിൻ്റെ ചുവടുകൾ ആദ്യം വൃത്തിയാക്കി. ചുവടിനോട് ചേർന്ന് മരത്തിൽ ചെറിയ ദ്വാരവും അതിനകത്ത് വിളക്കും കാണുവാൻ സാധിച്ചു. പ്രാർത്ഥിച്ച് അനുവാദം ചോദിച്ച ശേഷം ആ വിളക്ക് ഞാൻ തെളിയിച്ചു. ചെറിയ നാളം ഉജ്ജ്വല പ്രഭയോടുകൂടി ജ്വലിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ആത്മവിശ്വാസവും ഉയർന്നു. കൽവിളക്കിലെ കരി തൊട്ട് നെറ്റിയിൽ കുറി വരച്ച ശേഷം തിരിഞ്ഞപ്പോൾ തൊട്ടുപിറകിൽ യോഗിയുമുണ്ടായിരുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. നെറ്റിയിലും കൈകളിലും ഭസ്മക്കുറികൾ, തിളങ്ങുന്ന ആജ്ഞാശക്തിയുള്ള കണ്ണുകൾ. ശാന്തമായ മുഖഭാവത്തോടെ അദ്ദേഹം എന്നോടായി പറഞ്ഞു, ഏറ്റവും അപകടം പിടിച്ചൊരു ഘട്ടമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ദേവിയുടെ 2 അംശശക്തികളെ നമുക്ക് ഉണർത്തുവാൻ സാധിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല, മൂന്നാം ശക്തിയെയും കൂടി ഉണർത്തണം. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ശത്രുക്കളെ കോപാകുലരാക്കിയിട്ടുണ്ട്. അവരുടെ ശക്തികൾക്ക് നമ്മളെ നേരിട്ട് തോൽപ്പിക്കുവാൻ സാധിക്കില്ല എന്നവർക്ക് മനസ്സിലായി.
പക്ഷെ അവർ പിന്മാറില്ല. കാരണം ക്ഷേത്രത്തിലെ വിളക്ക് പ്രകാശിച്ചാൽ ഈ ദുഷ്ടശക്തികൾക്ക് ഇവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് മായാശക്തികൾ കൊണ്ട് അവർ നിന്നെ നേരിടും. നീ കാണുന്ന കാഴ്ചകളും അറിയുന്ന കാര്യങ്ങളും ചിലപ്പോൾ മായയായിരിക്കും. സ്വന്തം മനസ്സിന്റെ ശക്തി കൊണ്ട് മാത്രമേ മായ കാഴ്ചകളെ നേരിടാൻ സാധിക്കൂ. ഇവിടെ നിന്ന് 15 വാര വടക്കോട്ട് നടക്കണം. അവിടെ പൂത്തുലഞ്ഞ ചെമ്പകമരം കാണാം. ആ മരത്തിന് ചുറ്റും 6 അടി അകലത്തിലായി ചെറിയ ചെമ്പക മരങ്ങളെയും കാണാൻ സാധിക്കും. അതാണ് അടയാളം. വലിയ ചെമ്പക മരത്തിന് താഴെ കുങ്കുമം പൂശിയ ത്രിശൂലവും അതിനു മുന്നിൽ 3 കൽവിളക്കുകളും കാണാം. സ്വന്തം രക്തം കൊണ്ട് ത്രിശൂലത്തിൽ കുറി തൊടണം. എന്നിട്ട് കൽവിളക്കുകൾ തെളിയിക്കണം. ചെമ്പകപ്പൂക്കൾ ശേഖരിച്ച് ഓരോ വിളക്കിലും അർപ്പിക്കണം. വീശിയടിക്കുന്ന കാറ്റിലും തിരുനാളങ്ങൾ ചലിക്കാതെ നിന്നാൽ അംശശക്തി ഉണർന്നു എന്നർത്ഥം. അത് മനസ്സിലായാൽ പിന്നെ അവിടെ നിൽക്കരുത്. വേഗം പടിഞ്ഞാറ് ഭാഗം നോക്കി നടക്കണം. 15 വാര വീണ്ടും ദൂരം കാണും. അവിടെ ക്ഷേത്രത്തിനെ കണ്ടുപിടിക്കണം. ഭൂമിക്കടിയിലായിട്ടായിരിക്കും ക്ഷേത്രം സ്ഥിതി ചെയ്യുക. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വാതിൽ കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. പിന്നൊരു വഴിയുള്ളത് പുഴയിലൂടെയാണ്. പുഴയ്ക്കടിഭാഗത്ത് എവിടെയോ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ ചെറിയ ഗുഹ പോലെയുണ്ട്. പക്ഷെ വെള്ളം നിറഞ്ഞ ആ ഗുഹയിലൂടെ പോകുന്നത് ആത്മഹത്യയാണ്. ഏകദേശം 15 അടി നീളമുള്ള ആ ഗുഹയുടെ അവസാനം ഇരുമ്പ് കൊളുത്തുകൾ ചേർത്ത വാതിലുകൾ കാണും. വാതിൽ തുറക്കുവാനായി ഇരുമ്പ് കൊളുത്തുകൾ ഒരുപോലെ മുകളിലെ കൊളുത്തി ബന്ധിച്ച് വാതിലിൻ്റെ മധ്യഭാഗത്തെ മുകളങ്ങളിലൊന്ന് അമർത്തിപ്പിടിക്കണം. പക്ഷെ അത്രയും ചെയ്യുവാൻ ഒരു സാധാരണ മനുഷ്യന് സാധിക്കില്ല. കരയിലുള്ള വാതിൽ കണ്ടുപിടിക്കുക, അതാണ് അഭികാമ്യം. നിയോഗമുള്ളവന് വാതിൽ അറിയുവാൻ സാധിക്കും എന്നാണ് ഓലയിൽ പറയുന്നത്. യോഗി പറഞ്ഞു നിർത്തി. സംശയങ്ങൾ ഒരുപാട് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തിനെ നോക്കി നിന്നു. കാർത്തികയുടെ തലമുടിയിൽ നിന്ന് 2 ഇഴ പൊട്ടിച്ച് വലത് കൈയിൽ അമർത്തി നെഞ്ചോട് ചേർത്ത് എന്തോ മന്ത്രജപം നടത്തി അദ്ദേഹം അത് എൻ്റെ ഇടത് കൈയിൽ കെട്ടി. ആ 2 മുടിയിഴകൾ ഒരു ചെറിയ ചരട് പോലെ തോന്നി. എൻ്റെ ശിരസിൽ തലോടിയ ശേഷം അദ്ദേഹം പറഞ്ഞു, മുന്നോട്ട് നടന്നുകൊള്ളൂ. ക്ഷേത്രത്തിന് 5 അടി അകലെ വരെ നിന്നെ രക്ഷിക്കാൻ നിന്റെ ശരീരത്തിലെ രക്ഷകൾക്ക് സാധിക്കും. ദുഷ്ടശക്തികളുടെ മായ കാഴ്ചയെ സ്വയം മനസ്സിലാക്കി ഒഴിഞ്ഞു മാറണം. ഒന്ന് മാത്രം ഓർക്കുക, നീ ഒറ്റയ്ക്കാണ്. എനിക്കോ ഇവൾക്കോ നിന്നെ സഹായിക്കാൻ സാധിക്കില്ല. ഞങ്ങളിൽ ആരെയെങ്കിലും നീ കണ്ടാൽ അത് മായയാണെന്ന് മനസ്സിലാക്കണം. അംശശക്തികളെ പ്രീതിപ്പെടുത്തുന്ന പൂജകളുമായി ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. പോയിക്കൊള്ളൂ. കാർത്തികയോട് കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ചതിന് ശേഷം ഞാൻ മുന്നോട്ട് നടന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ എന്നിൽ വല്ലാത്ത വേദന ഉളവാക്കി. അവളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എൻ്റെ മുന്നിലെ പാത ഇല്ലാതെയായി. വെട്ടിത്തിരിഞ്ഞ് ഞാൻ കണ്ടത് എനിക്ക് മുന്നിലും പിറകിലും വലിയൊരു ഗർത്തം രൂപം കൊണ്ടതാണ്. ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ചെറിയ സ്ഥലത്തു നിന്ന് ഞാൻ ആകെ വിയർത്തു. എനിക്ക് മുന്നിലുള്ള പാതയിൽ പെട്ടെന്ന് രൂപം കൊണ്ട ആ ഗർത്തം എന്നെ ഭയപ്പെടുത്തിയെങ്കിലും മനസ്സിൽ പെട്ടെന്ന് യോഗിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. കാണുന്നതും അറിയുന്നതും മായയായിരിക്കും. ഒന്നിലും ഭയപ്പെടരുത്. മായാശക്തികൾ കൊണ്ട് നമ്മെ പിന്തിരിപ്പിക്കാൻ ദുശക്തികൾ ആവത് പരിശ്രമിക്കും. യോഗിയുടെ വാക്കുകൾ മനസ്സിലോർത്തുകൊണ്ട് 1 അടി മുന്നിലായി പാതയ്ക്ക് പകരം കാണുന്ന വലിയ ഗർത്തത്തിലേക്ക് ഞാൻ പതിയെ ചുവടുവെച്ചു. താഴേക്ക് വീഴുന്നതിന് പകരം ഉറപ്പുള്ള തറയിലാണ് എൻ്റെ പാദങ്ങൾ സ്പർശിച്ചത്. ആ നിമിഷം അതൊക്കെ മായയാണെന്ന് എനിക്ക് ഉറപ്പായി. മനസ്സിൽ നിറഞ്ഞ ആത്മവിശ്വാസവുമായി ഞാൻ മുന്നോട്ട് നടന്നു. മടങ്ങിപ്പോ, മരിക്കാതെ മടങ്ങിപ്പോ എന്നുള്ള ആക്രോശങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കാമായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും നിറയെ പൂക്കളുള്ള ചെമ്പക മരം കണ്ടു. അതിന് താഴെ കൽവിളക്കും ശൂലവും കണ്ടു. അതാവും 3ാം അംശശക്തി. ഞാൻ ചെമ്പക മരത്തിനടുത്തേക്ക് നടന്നു. ചെമ്പക മരത്തിനടുത്ത് എത്തും തോറും മനസ്സിൽ ആരോ പിന്തിരിപ്പിക്കുന്നതായി ഒരു തോന്നൽ. യോഗിയുടെ നിർദ്ദേശപ്രകാരം 15 വാര അകലെയായാണ് ചെമ്പക മരം കാണേണ്ടിയിരുന്നത്. ഞാൻ അത്രയും ദൂരം നടന്നോ? മനസ്സിൽ സംശയങ്ങൾ ഉയർന്നു തുടങ്ങി. വലിയ ചെമ്പക മരത്തിന് അടയാളമായി കാണേണ്ടിയിരുന്ന ചെറിയ ചെമ്പക മരങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. കുങ്കുമം ചാലിച്ച ത്രിശൂലത്തിന് പകരം കണ്ടത് കരി പിടിച്ച ഒറ്റ ശൂലവും താഴെ കൽവിളക്കും. സംശയിച്ചു നിന്ന് എൻ്റെ കാതിലേക്ക് ആരോ നടക്കുന്ന ശബ്ദം ഒഴുകിയെത്തി. ഞെട്ടിത്തിരിഞ്ഞ് ഞാൻ കണ്ടത് എൻ്റെ നേരെ നടന്നു വരുന്ന കാർത്തികയാണ്. പതിയെ അടുത്തെത്തി മധുരമുള്ള സ്വരത്തിൽ അവൾ പറഞ്ഞു, വരൂ, വേഗം ആ വിളക്ക് തെളിയിക്കൂ, എന്നെ സ്വതന്ത്രയാക്കൂ, എന്നിട്ട് എന്നോടൊപ്പം വരൂ, നമുക്ക് ഒരുമിക്കാം. മനോഹരമായ ശബ്ദവും മോഹനമായ അവളുടെ ശരീരഭംഗിയും എൻ്റെ മനസ്സിനെ ചലിപ്പിച്ചു. ഞാൻ അറിയാതെ അവളുടെ പുറകെ നടന്നു. എനിക്ക് നേരെ അവൾ നീട്ടിയ കൈകളിൽ സ്പർശിക്കുവാനായി ഞാൻ ഒരു കാറ്റുപോലെ അവളുടെ പുറകെ ഒഴുകി തുടങ്ങി. മൃദുലമായ അവളുടെ കൈകളിൽ സ്പർശിക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ ഇടത് കൈയിലെ രക്ഷ തീ പോലെ പുകഞ്ഞു. അസഹ്യമായ വേദനയാൽ ഞാൻ കൈ കുടഞ്ഞു പിന്നോക്കം വീണു. ആ വീഴ്ചയിൽ ഞാൻ കണ്ടു എൻ്റെ മുന്നിലെ കാർത്തികയ്ക്ക് രൂപമാറ്റം സംഭവിക്കുന്നത്. ക്രൂരമായ മുഖഭാവത്തോടെ അവൾ അലറി, ആ രക്ഷകൾ അഴിച്ചുമാറ്റ്, എന്നിട്ട് എന്നോടൊപ്പം വാ.
അവളുടെ വായിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്ന നാവ് പുറത്തേക്ക് വന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറച്ചുപോയി. മായയാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ. അവൾ അടുത്തേക്ക് വരും തോറും ആ ശരീരം വലുതായിക്കൊണ്ടിരുന്നു. പെട്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഉരുണ്ടെണീറ്റ് ഓടി. തൊട്ടുപുറകെ ആ ഭീകര രൂപവും. കാട്ടുവള്ളികൾ പിണഞ്ഞു കിടക്കുന്ന ആ വഴികളിലൂടെ ഉരുണ്ടു വീണും പിടഞ്ഞെഴുന്നേറ്റും എത്ര ദൂരം ഓടിയെന്ന് നിശ്ചയമില്ല. ഇടതു കൈയിലെ രക്ഷയിലെ ചൂടും പുകയും അവസാനിച്ചു. കാറ്റിലൂടെ ഒഴുകിയെത്തിയ ചെമ്പകപ്പൂക്കളുടെ മണം മനസ്സിനെ സമാധാനിപ്പിച്ചു. വീഴ്ചയിൽ എവിടെയൊക്കെയോ മുറിഞ്ഞിരുന്നു. കാറ്റിൻ്റെ ഗതി നോക്കി നടന്ന ഞാൻ അവസാനം യോഗി സൂചിപ്പിച്ച സ്ഥലത്തെത്തി. നിറയെ പൂക്കളുള്ള വലിയൊരു ചെമ്പക മരവും അതിന് താഴെ തൃശൂലവും 3 കൽവിളക്കുകളും കണ്ടു. ആ മരത്തിന് ചുറ്റും ചെറിയ ചെമ്പക മരങ്ങളെ കൂടി കണ്ടപ്പോൾ അതാണ് 3ാം അംശശക്തിയുടെ ആവാസമെന്നുറപ്പായി. നടന്നു തളർന്ന ഞാൻ ചെറിയൊരു ആശ്വാസത്തോടെ നെറ്റിയിലൂടെ ഒഴുകി കണ്ണിലെത്തിയ വിയർപ്പ് തുടച്ചു മാറ്റി. പക്ഷേ വീഴ്ചയിൽ എപ്പോഴോ സംഭവിച്ച മുറിവിലൂടെ ഒഴുകിയ രക്തമായിരുന്നു അത്. ആ നിമിഷം വീണ്ടും യോഗിയുടെ വാക്കുകൾ മനസ്സിൽ തെളിഞ്ഞു. സ്വന്തം രക്തം കൊണ്ട് തൃശൂലത്തിൽ കുറി തൊടണം, എന്നിട്ട് കൽവിളക്കുകൾ തെളിയിക്കണം, ചെമ്പകപ്പൂക്കൾ ശേഖരിച്ച് ഓരോ വിളക്കിലും അർപ്പിക്കണം. വീശിയടിക്കുന്ന കാറ്റിലും തിരുനാളങ്ങൾ ചലിക്കാതെ നിന്നാൽ അംശശക്തി ഉണർന്നു എന്നർത്ഥം. അത് മനസ്സിലായാൽ പിന്നെ അവിടെ നിൽക്കരുത്. വേഗം പടിഞ്ഞാറ് ഭാഗം നോക്കി നടക്കണം. 15 വാര വീണ്ടും ദൂരം കാണും. അവിടെ ക്ഷേത്രത്തിനെ കണ്ടുപിടിക്കണം. നെറ്റിയിലെ രക്തം കൊണ്ട് ഞാൻ തൃശൂലത്തിന് കുറി തൊട്ടു. കൽവിളക്കുകൾ വൃത്തിയാക്കി തിരിതെളിയിച്ചു. ചെമ്പകപ്പൂക്കൾ ശേഖരിച്ച് ഓരോ വിളക്കിലും അർപ്പിച്ചു. കണ്ണടച്ച് മൗനമായി പ്രാർത്ഥിച്ചു. പതിയെ പതിയെ കാറ്റിൻ്റെ ശക്തി കൂടുന്നത് മനസ്സിലായി. കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് വിളക്കിലെ നാളങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കാറ്റിൻ്റെ ശക്തി കൂടുന്തോറും വിളക്കിലെ നാളങ്ങളുടെ ഉലയൽ കുറഞ്ഞു തുടങ്ങി. മരച്ചില്ലകൾ കുലുക്കുന്ന ശക്തമായ കാറ്റിൽ തൃശൂലം ചെമ്പകമരം പൂക്കൾ പൊഴിച്ചു. വിളക്കിലെ തിരുനാളങ്ങൾ ചലിക്കാതെ നിന്നു തുടങ്ങി. അംശശക്തി ഉണർന്നു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. യോഗിയുടെ നിർദ്ദേശം പോലെ വേഗത്തിൽ പടിഞ്ഞാറ് നോക്കി നടന്നു. 3 അംശശക്തികളും ഉണർന്നതോടെ ദുശക്തികൾക്ക് നിലനിൽപ്പില്ല എന്നുള്ള വിശ്വാസം എനിക്ക് വല്ലാത്ത ധൈര്യം തന്നു. വഴി തെളിക്കുക എന്നുള്ള യോഗിയുടെ നിർദ്ദേശം പാലിക്കുന്നതിനായി ഞാൻ ക്ഷേത്രം തേടി വീണ്ടും നടന്നു. ഏകദേശം 15 വാര നടന്നിട്ടുണ്ടാകണം. മുന്നോട്ടുള്ള എൻ്റെ വഴിയിൽ ആരോ കിടക്കുന്നത് കണ്ട് ഞാൻ നിന്നു. എഴുത്താണിക്കത്തി കയ്യിലെടുത്ത് ഞാൻ പതിയെ ആ ആളിൻ്റെ അടുത്തെത്തി. ചലനമില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ. പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു സ്ത്രീ പ്രത്യക്ഷയായി. വലത് കൈയിലെ തൃശൂലത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്? ശത്രുവാണോ? വഴിമാറൂ. എൻ്റെ ചോദ്യങ്ങൾക്ക് ഗൗരവം നിറഞ്ഞ വാക്കുകളോട് അവർ മറുപടി പറഞ്ഞു. ഞാൻ രുദ്ര. എനിക്കാണ് ഇവിടം സൂക്ഷിക്കാനുള്ള അധികാരം. നിന്നെപ്പോലെയുള്ള ആത്മാക്കൾക്ക് ഇവിടെ പ്രവേശനമില്ല. മാറിപ്പോ. അവരുടെ വാക്കുകൾ കേട്ട് ഞാൻ ഭയന്നുപോയി. ഞാൻ ആത്മാവോ? അല്ലല്ലോ, ഞാൻ മനുഷ്യൻ തന്നെയല്ലേ. പിന്നെ എങ്ങനെ രൂപമില്ലാത്ത ആത്മാവാകും? തൃശൂലം മുന്നോട്ട് നീട്ടി ഞാൻ അവരോട് ആജ്ഞാപിച്ചു, എൻ്റെ മുന്നിൽ നിന്ന് വഴിമാറ്. നീ മായാശക്തിയാണെന്ന് എനിക്കറിയാം. ഞാൻ രൂപമില്ലാത്ത ആത്മാവല്ല, ദേഹമുള്ള മനുഷ്യനാണ്. എൻ്റെ കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കൂ. തടസ്സം നിൽക്കാതെ മാറിപ്പോകൂ. ഗൗരവത്തിന് അല്പം പോലും കുറവ് വരുത്താത്ത അവർ പറഞ്ഞു, നീ മനുഷ്യനായിരുന്നു, ദേഹമുള്ള ദേഹിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ ആത്മാവ് മാത്രമാണ്. നിനക്ക് പ്രവേശനമില്ല. എഴുത്താണിക്കത്തി അവളുടെ നേരെ വീശിക്കൊണ്ട് ഞാൻ പറഞ്ഞു, യോഗിയുടെ നിർദ്ദേശമാണ് ഞാൻ നടപ്പിലാക്കുന്നത്. തടസ്സം നിന്നാൽ അത് നിനക്ക് ദോഷമേ വരുത്തൂ. ഞാൻ മരിച്ചിട്ടില്ല. എൻ്റെ വഴി മുടക്കാതെ മാറി നിൽക്ക്, അല്ലെങ്കിൽ എഴുത്താണിക്കത്തികൊണ്ട് നിന്റെ നാശം സംഭവിക്കും. പൊട്ടിച്ചിരിയോടുകൂടി അവർ മറുപടി പറഞ്ഞു, നിന്റെ എഴുത്താണിക്കത്തിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ മരിച്ചില്ല എന്നല്ലേ നീ പറഞ്ഞത്? നീ മരിച്ചു കഴിഞ്ഞു. കാർത്തികയുടെ രൂപത്തിലെത്തിയ സംഹാര ശക്തി നിന്നെ ഇല്ലാതാക്കി. നീ ഇപ്പോൾ ആത്മാവ് മാത്രമാണ്. വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ആ കിടക്കുന്നത് ആരാണെന്ന് നോക്കൂ. അതിനുശേഷം എനിക്ക് നേരെ എഴുത്താണിക്കത്തി പ്രയോഗിക്കൂ. അവളുടെ അട്ടഹാസത്തിനും പൊട്ടിച്ചിരിക്കും മറുപടി കൊടുക്കാതെ ഞാൻ നിലത്ത് കിടന്ന ആ ശരീരത്തിനടുത്തേക്ക് പതിയെ നടന്നു. അല്പനേരം എന്തോ ചിന്തിച്ചു നിന്ന ശേഷം ഞാൻ ആ ശരീരത്തിനെ മലർത്തിക്കിടത്തി. നടുങ്ങി തെറിച്ചുപോയി ഞാൻ. തലയ്ക്കകത്ത് സ്ഫോടനം നടക്കുന്നത് പോലെ തോന്നി. ജീവനില്ലാതെ കിടക്കുന്ന ആ ശരീരം എൻ്റേതായിരുന്നു. ഞാനായിരുന്നു അവിടെ കിടന്നിരുന്നത്. നിലത്ത് കിടന്നിരുന്ന എൻ്റെ ശരീരം ഒരു ചോദ്യചിഹ്നം പോലെ തോന്നി. അപ്പോഴും പുച്ഛഭാവത്തിൽ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്ര. ഏതാണ് സത്യം ഏതാണ് മായ എന്ന് മനസ്സിലാവാതെ ഞാൻ പകച്ചുപോയി. കയ്യിലുണ്ടായിരുന്ന എഴുത്താണിക്കത്തി കൊണ്ട് ഇടം കയ്യിൽ ഞാൻ അമർത്തി വരച്ചു. ഉവ്വ്, വേദന അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സ്വപ്നമല്ല. ഞാൻ മരിച്ചിട്ടുമില്ല. ആത്മാവാണെങ്കിൽ വേദന അറിയില്ലല്ലോ. പക്ഷെ മുന്നിൽ കാണുന്ന ആ ശരീരം ഏതാണ്? തടസ്സമായി നിൽക്കുന്ന രുദ്ര ആരാണ്? 1000 ചോദ്യങ്ങൾ മനസ്സിൽ നിറഞ്ഞു. ആലോചിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു.
ശിവനെ മനസ്സിൽ ധ്യാനിച്ച് വലത് കൈയിലെ തൃശൂലം ഞാൻ രുദ്രയുടെ നേരെ എറിഞ്ഞു. അന്തരീക്ഷത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് രുദ്രയുടെ നേരെ പാഞ്ഞു ചെന്നു. സംഹാര രൂപത്തിലുള്ള ആ തൃശൂലത്തിന്റെ വരവ് അവളെ ഭയപ്പെടുത്തിയെന്ന് തീർച്ച. ഞൊടി നേരം കൊണ്ട് അവൾ വായുവിൽ അലിഞ്ഞു ചേർന്നു. അതോടൊപ്പം തൃശൂലവും അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായി. ആ സമയം നിലത്ത് കിടന്നിരുന്ന എൻ്റെ ശരീരം പതിയെ എഴുന്നേറ്റു. എൻ്റെ മുന്നിൽ എന്നെപ്പോലെ മറ്റൊരാൾ. യാതൊരു ഭാവഭേദവുമില്ലാതെ അപരൻ എന്നെ നോക്കി നിന്നു. അയാളുടെ മുന്നിൽ ഞാനും. പെട്ടെന്ന് അയാളുടെ കണ്ണുകളിലെ ഭാവം മാറി. മുഖം ക്രൂരമായി. അയാളുടെ നോട്ടം എന്നെ കടന്ന് എനിക്ക് പുറകിലേക്ക് പോയി. ആ നോട്ടം കണ്ട ഞാൻ അറിയാതെ തിരിഞ്ഞു നോക്കി. ഞാൻ തിരിഞ്ഞ ആ സമയം മൂർച്ചയുള്ള ശൂലം പോലെ ഏതോ ഒരു ആയുധം എൻ്റെ കവിളിലൂടെ ഉരസി. എൻ്റെ അപരൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നിശ്ചലമായി. കവിളിലൂടെ ചോര ഒലിച്ചിറങ്ങുന്ന നേരിയ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ആ ശൂലം വീണ്ടും തിരിയുന്ന നേരം കാട്ടുവള്ളികൾ പടർന്നു പന്തലിച്ച് കാടിൻ്റെ ഇടതുവശത്തേക്ക് ഞാൻ ചാടി മാറിയിരുന്നു. എൻ്റെ അപരൻ്റെ കണ്ണുകൾ തീ പോലെ ജ്വലിച്ചു തുടങ്ങി. ഞാൻ അതിവേഗം അവിടെ നിന്ന് ഓടി. തൊട്ടുപുറകെ എൻ്റെ അപരനും. ഭൂമിക്കടിയിലെ ക്ഷേത്രത്തിലെത്താതെ രക്ഷയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. വള്ളിപ്പടർപ്പുകളും മരച്ചില്ലകളിലും തട്ടി വീണു. ഓരോ തവണ തലനരയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ട് എഴുത്താണി കത്തി വായുവിൽ ചുഴറ്റി ഞാൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഭൂമിക്കടിയിൽ നിന്നും ഉയർന്നു വന്ന ഒരു കൈ എൻ്റെ കാലുകളെ ബലമായി പിടിച്ചു. നിലത്തുണ്ടായിരുന്ന കരിമ്പാറക്കെട്ടുകളിൽ തലയടിക്കും മുമ്പ് ഞാൻ ആകാശത്തിലേക്ക് ഉയർന്നിരുന്നു. അല്ല, ആ കൈകൾ എന്നെ തലകീഴായി ആകാശത്തേക്ക് ഉയർത്തിയിരുന്നു. വീഴ്ചയ്ക്കിടയിൽ എഴുത്താണിക്കത്തി എവിടെയോ തെറിച്ചുപോയി. എൻ്റെ ഇടം കൈയിലെ രക്ഷ ചുട്ടുപഴുത്തു. ആ കൈകൾ എന്നെ എവിടേക്കോ വലിച്ചെറിഞ്ഞു. കരിയിലകൾ വീണ ആ മണ്ണിൽ എന്തിനെയൊക്കെയോ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഞാൻ ഉരുണ്ടു വീണു. കാലിൽ എന്തോ കുത്തിക്കയറിയ പോലെ തോന്നി. ശരീരത്തിൽ എവിടെയൊക്കെയോ വല്ലാത്ത വേദന. എനിക്ക് മുന്നിൽ 3 അടി അകലെയായി എൻ്റെ അപരൻ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ വലിച്ചെറിഞ്ഞ ആ കൈകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ശത്രുവിനെ എതിരിടാൻ ഒരായുധത്തിനായി ഞാൻ പരതി. കയ്യിൽ കിട്ടിയ കരിങ്കല്ല് ഞാൻ വലിച്ചെടുത്ത് എൻ്റെ അപരൻ്റെ നേരെ എറിഞ്ഞു. പക്ഷേ ഞാൻ എറിഞ്ഞ ആ കല്ല് അപരൻ്റെ മുന്നിലെത്തിയ ശേഷം പതി എൻ്റെ നേരെ തിരിഞ്ഞു. അതൊരു തലയോട്ടിയായിരുന്നു. നിസ്സഹായമായ അവസ്ഥയിൽ ഞാൻ കിടക്കുന്നത് അസ്ഥികൂടങ്ങൾക്കിടയിലാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ചുറ്റിനും തലയോട്ടികൾ പൊട്ടിച്ചിരിക്കുന്നത് പോലെ തോന്നി. ആ ശബ്ദങ്ങൾ എൻ്റെ കാതുകളെ തകർത്തു. തലച്ചോറിൽ നൃത്തം വയ്ക്കുന്നത് പോലെ തോന്നി. അലറി വിളിച്ചുകൊണ്ട് ഞാൻ അപരൻ്റെ നേരെ കുതിച്ചു. പുറകിലൂടെ ആ കൈകൾ എൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. എൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. കണ്ണുകൾ മൂടൽമഞ്ഞ് ബാധിച്ചതുപോലെ തോന്നി. എൻ്റെ മരണം ഞാൻ കണ്ടു. പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിൽ എൻ്റെ ഇടത് കൈയിലെ രക്ഷ വലിച്ചെടുത്ത് എൻ്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കൈകളിൽ ചേർത്ത് വെച്ചു. മാംസം കരിയുന്ന മണം അവിടെ പരന്നു തുടങ്ങി. അതിഭീകരമായ അലർച്ച അവിടെ മുഴങ്ങി. എൻ്റെ അപരൻ്റെ വലത് കൈ കത്തി എരിയുകയായിരുന്നു. അലറിക്കൊണ്ട് ആ കൈകൾ എന്നെ വലിച്ചെറിഞ്ഞു. എവിടേക്കോ തട്ടിത്തടഞ്ഞ് ഞാൻ വന്ന് വീണത് ഒരു പുഴയിലായിരുന്നു. കുത്തിയൊഴുകുന്ന പുഴയിൽ താഴേക്ക് അമർന്ന ഞാൻ ഒരു കാട്ടുവള്ളിയിൽ മുറുകെ പിടിച്ചു. കയ്യിൽ നിന്നും പൊട്ടിച്ച രക്ഷ കളയാതെ ഞാൻ ആ കാട്ടുവള്ളിയിൽ പിടിച്ചു പതിയെ കര കയറി. പതിയെ പതിയെ എൻ്റെ ബോധം മറഞ്ഞു തുടങ്ങി. കാർത്തികയും യോഗിയും എന്നെ നോക്കി നിൽക്കുന്നതായും തൃശൂലവും വാളും ധരിച്ച 3 സ്ത്രീകൾ അവിടെ ഉള്ളതായും മുൻഭാഗത്ത് അരയാലും പേരാലും പുറകിലായി കൂവളവും അരളിയും മധ്യഭാഗത്തുമായി നിറയെ പൂക്കളുള്ള ചെമ്പകമരവും ചെമ്പകമരത്തിന് 3 അടി മാറി ഒരു വിളക്കം നിൽക്കുന്ന ശാന്തമായ ഒരു സ്ഥലം ഞാൻ സ്വപ്നത്തിൽ കണ്ടു. മനോഹരമായ ഒരു ക്ഷേത്രം സ്വപ്നത്തിൽ തെളിഞ്ഞു. എത്ര നേരം കിടന്നു എന്ന് ഓർമ്മയില്ല. കോരിച്ചൊരിയുന്ന മഴയത്ത് മരങ്ങളിലൂടെ പതിക്കുന്ന വെള്ളത്തുള്ളികളാണ് എന്നെ വിളിച്ചുണർത്തിയത്. ശക്തമായ മഴ ഉരുൾപൊട്ടൽ പോലെ ആ പുഴ കര കവിഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. വള്ളിപ്പടർപ്പിൽ പിടിച്ച് പതിയെ എഴുന്നേറ്റു. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. ഇടത് കാലിൽ എന്തോ തറഞ്ഞു കയറിയതുപോലെ വേദന. വലത് കൈ നീര് വന്ന് ചീർത്തിരിക്കുന്നു. ഒറ്റക്കൈ അമർത്തിപ്പിടിച്ച കഴുത്തിൽ വല്ലാത്ത വേദനയായിരുന്നു. പുഴയിലെ വെള്ളത്തിൽ കൈയും കാലുകളും മുഖവും കഴുകി. സ്വപ്നത്തിൽ കണ്ട വഴിയിലൂടെ പതിയെ മുന്നോട്ട് നടന്നു. അല്പദൂരം നടന്നതേ ഉള്ളൂ. പുഴ വറ്റിയില്ലാതായതുപോലെ മണൽ കണ്ടു തുടങ്ങി. ഇടത് കാല് നിലത്തുറപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിലത്ത് കിടക്കുന്ന ഒരു മരക്കൊമ്പ് കയ്യിലെടുത്ത് ഊന്നുവടിയായി പിടിച്ച് ഞാൻ പതിയെ അരയാലിനടുത്തേക്ക് നടന്നു. മനസ്സിനൊരു സമാധാനം കിട്ടിയതുപോലെ തോന്നി. അത്ര സുന്ദരമായിരുന്നു ആ അന്തരീക്ഷം. മഴ പെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, ആൽമര ചുവട്ടിൽ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. അരയാലും പേരാലും കഴിഞ്ഞ് നിറയെ പൂക്കളുള്ള ചെമ്പക മരച്ചുവട്ടിലെത്തി. സ്വപ്നത്തിൽ കണ്ടതുപോലെ കൂവളവും അരളിയും അവിടെ ഉണ്ടായിരുന്നു. ചെമ്പക മരത്തിന് 3 അടി മാറി കൽവിളക്കും കണ്ടു. കൽവിളക്കിനടുത്തായി ഞാൻ രുദ്രയെ എതിരിടാൻ ഉപയോഗിച്ച തൃശൂലവും ഉണ്ടായിരുന്നു. പതിയെ തൃശൂലം ഉയർത്തി. ആ സമയം കൽവിളക്കിന് ചുവട്ടിലുള്ള മണൽ താഴേക്ക് നീങ്ങിയിറങ്ങി.
ത്രിശൂലം മണ്ണിൽ നിന്നും ഉയർത്തിയതും അത് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി കിഴക്ക് ഭാഗം ലക്ഷ്യമാക്കി അന്തരീക്ഷത്തിൽ മറഞ്ഞു. കൽവിളക്കിന് താഴെ മണ്ണ് നീങ്ങിയ സ്ഥലത്ത് ഒരു വിടവ് പോലെ കണ്ടു. പെട്ടെന്ന് തോന്നിയ ഒരാവേശത്തിൽ ഞാൻ ആ കൽവിളക്ക് ഒരു വശത്തേക്ക് വലിച്ചു നീക്കി. 3 അടി താഴ്ചയിൽ മണൽ നീങ്ങി മാറിയപ്പോൾ ചങ്ങല തെളിഞ്ഞു കണ്ടു. ചങ്ങലയിൽ പിടിച്ചുയർത്തിയപ്പോൾ അതിൻ്റെ അറ്റം കട്ടിയുള്ള എന്തിലോ ബന്ധിച്ചിരിക്കുന്നതായി മനസ്സിലായി. ഏകദേശം 5 അടി നീളത്തിൽ മണലിനടിയിലായ ആ ചങ്ങല ഒരു തടിപ്പലകയുമായിട്ടായിരുന്നു ബന്ധിച്ചിരുന്നത്. പുറമേ കാണപ്പെട്ട മണൽ വാരി നീക്കിയപ്പോൾ ആ പലകയുടെ വശങ്ങളും കൃത്യമായി കണ്ടു. 5 അടി വീതിയിൽ 3 അടി നീളത്തിൽ കാണപ്പെട്ട ആ തടിപ്പലക ഞാൻ വലിച്ചു തുറന്നു. കറുത്ത് പായൽ പിടിച്ച കൽപ്പടവുകൾ താഴേക്ക് നീണ്ടുപോകുന്നത് കാണുവാൻ സാധിച്ചു. ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ സാധിക്കുന്ന ആ കൽപ്പടവുകളിലൂടെ ഞാൻ പതിയെ താഴേക്കിറങ്ങി. ഇടത് കാലിലെ പരിക്ക് കാരണം ആ പടവുകളിലൂടെയുള്ള സഞ്ചാരം വേദന നിറഞ്ഞതായിരുന്നു. ചുറ്റും കൂരിരുട്ടായിരുന്നു. ചുവരിൽ പിടിച്ചു പതിയെ ഞാൻ എത്ര പടവുകൾ ഇറങ്ങിയെന്ന് ഓർമ്മയില്ല. നിരപ്പായ ഒരു പ്രതലത്തിലെത്തിയപ്പോൾ പടവുകൾ അവസാനിച്ചു എന്ന് മനസ്സിലായി. ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന കൽവിളക്ക് കത്തിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ഈ സ്ഥലത്തുകൂടി സഞ്ചരിക്കാമെന്ന ചിന്തയിൽ ഞാൻ തിരികെ പടവുകൾ കയറി. പക്ഷെ പടവുകൾക്ക് മുകളിലെ പലക ആരോ അടച്ചിരിക്കുന്നതായാണ് കണ്ടത്. സർവ്വശക്തിയും എടുത്ത് ഞാൻ ആ പലക തള്ളി തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം ഞാൻ അവിടെ കുടുങ്ങിയെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഭീതി പടർത്തി. ഞാൻ വീണ്ടും തിരികെ ഇറങ്ങി. മനസ്സിലെ ഭീതി കാരണമാകും പലപ്പോഴും കാല് വഴുതി വീഴാൻ പോയി. കൈകൾ എവിടെയോ ഇടിച്ചു. പടവുകൾ കഴിഞ്ഞ് താഴെ എത്തി വീണ്ടും ചുമരിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. 2 പേർക്ക് കഷ്ടിച്ച് സഞ്ചരിക്കാൻ സാധിക്കുന്ന ചെറിയ ഗുഹയിലൂടെയാണ് എൻ്റെ സഞ്ചാരമെന്ന് എനിക്ക് മനസ്സിലായി. 2 കൈകൾ കൊണ്ടും 2 ചുവരുകളിലായി പിടിച്ച് കാലുകൾ മുന്നോട്ട് നിരക്കി ഏകദേശം അരമണിക്കൂർ നടന്നിട്ടുണ്ടാവണം. പതിയെ കാഴ്ചകൾ തെളിഞ്ഞു തുടങ്ങി. മങ്ങിയ കാഴ്ചകൾ തെളിച്ചമുള്ളതായി മാറി. ഞാൻ നടന്നു വന്ന ഗുഹ അവസാനിച്ചതായും ഗുഹയ്ക്ക് താഴെ ക്ഷേത്രത്തിൻ്റെ വാതിലും കണ്ടു. അവിടേക്ക് എത്തുവാനായി ചുമരിൽ പടിക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രം കണ്ടതും എൻ്റെ മനസ്സിൻ്റെ ആവേശം വാനോളം ഉയർന്നു. പെട്ടെന്ന് അവിടെ എത്തിച്ചേരുന്നതിനായി ആ ചെറിയ പടിക്കെട്ടിലൂടെ ഞാൻ വേഗത്തിൽ നടന്നു. ആവേശം കൂടിയത് കാരണം ശ്രദ്ധ കൈവിട്ടു. പടിക്കെട്ടിൽ നിന്ന് കാൽ വഴുതി നേരെ താഴേക്ക് വീണു. വീഴ്ചയിൽ നെറ്റിയുടെ വലതുഭാഗം എവിടെയോ ഇടിച്ചതായി മനസ്സിലായി. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. എൻ്റെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം ഞാൻ കണ്ടു. കണ്ണുകളെ ഉറക്കം ബാധിക്കുന്നത് പോലെ തോന്നി. ആ അർദ്ധബോധാവസ്ഥയിൽ കാർത്തിക എൻ്റെ അടുത്തേക്ക് വരുന്നതായും അവൾക്ക് പുറകിൽ യോഗി നിൽക്കുന്നതായും ഞാൻ കണ്ടു. സുന്ദരിയായിരുന്നു കാർത്തിക. മുലക്കച്ച കെട്ടി, കസവെടുത്ത്, പൊന്നരഞ്ഞാണം അടിഞ്ഞ്, തലമുടി മുന്നിലേക്ക് ചീകിയിട്ട് മനോഹരിയായ യക്ഷിയെപ്പോലെ അവൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. വെണ്ണക്കൽ ശില്പം പോലെ മനോഹരമായ അവളുടെ പാദങ്ങളിലെ പാദസരം കൊഞ്ചുന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ കവിളുകളിൽ അവളുടെ മൃദുവായ കൈകളുടെ സ്പർശനം ഞാൻ അറിഞ്ഞു. പതിയെ ഒരു മൂടൽ മഞ്ഞിൽ എന്ന പോലെ എല്ലാം മാഞ്ഞുപോയി. ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. വീട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ മുറിയിൽ. കട്ടിലിൽ നിന്ന് നിലത്ത് വീണ് കിടക്കുകയാണ് ഞാനെന്ന് പിന്നീടാണ് മനസ്സിലായത്. കൈകുത്തി എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വലതു കൈക്ക് വല്ലാത്ത വേദന തോന്നി. രാത്രി കുടിക്കുവാനായി വെള്ളം നിറച്ച ഗ്ലാസ് ജഗ് നിലത്ത് വീണ് പൊട്ടിക്കിടന്നിരുന്നു. ആ ഗ്ലാസ് ചില്ലിലൊന്ന് എൻ്റെ ഇടതുകാലിൽ കുത്തിക്കയറിയ വേദന ഞാൻ അറിഞ്ഞു തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്നുള്ള ചിന്ത എന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. കാർത്തികയുമായി വനത്തിൽ പോയതും ക്ഷേത്രത്തിലെത്തിയതും അവസാനം പടിക്കെട്ടിൽ നിന്ന് വീണതും എല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നു. പക്ഷെ ആരും വിശ്വസിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് പറഞ്ഞില്ല. ഉറക്കത്തിൽ കട്ടിലിൽ നിന്ന് വീണു വലതു കൈ പൊട്ടി, ഗ്ലാസ് ജഗ് പൊട്ടി, ചില്ലുകൊണ്ട് ഇടതുകാൽ മുറിഞ്ഞു. അതായിരുന്നു എല്ലാവരും വിശ്വസിച്ചത്. മറിച്ചൊന്നും സ്ഥാപിക്കാൻ എനിക്കും കഴിഞ്ഞില്ല. എല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാലങ്ങൾ പലതു കഴിഞ്ഞു. കാർത്തിക എൻ്റെ മനസ്സിൻ്റെ സങ്കല്പ ചിത്രങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ആ ഭീകരമായ കാടും അവിടെ ഞാൻ അനുഭവിച്ചതുമെല്ലാം വെറും സ്വപ്നങ്ങളായിരുന്നില്ല എന്ന് ചിന്തിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഞാൻ പഴയതുപോലെ ഇംഗ്ലീഷ് ആക്ഷൻ സിനിമകളിൽ ആഹ്ലാദം കണ്ടെത്തി തുടങ്ങി. ജൂൺ മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു പൗർണമി രാവിൽ കയ്യിലൊരു സിഗരറ്റും കത്തിച്ച് കടൽ തീരത്തിലൂടെ തിരമാലകളുടെ പൊട്ടിച്ചിരിയും കണ്ട് ഞാൻ നടക്കുന്ന സമയം കൈതപ്പൂക്കളുടെ ഗന്ധം വീണ്ടും എന്നെ തേടി വന്നു. കാർത്തികയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നുരഞ്ഞു പൊങ്ങി. ഞാൻ ചുറ്റിനും നോക്കി. കടപ്പുറം വിജനമായിരുന്നു. പെട്ടെന്നൊരു മിന്നൽ. ശക്തമായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു എൻ്റെ മുന്നിൽ എന്നെ നോക്കി നിൽക്കുന്ന അവളെ, കാർത്തികയെ. ഞാൻ കേട്ടു മുത്തുമണി കിലുങ്ങുന്നത് പോലെ അവളുടെ ചിരി.